ദിവസം നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ ദൈവം നൽകിയ ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുകയാണ്. ഈ 6-ാമത്തെ ദിവസം കർത്താവിന്റെ ആത്മാവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞാൻ വിചാരിക്കുന്നു എനിക്ക് കർത്താവിന്റെ ദാസി അല്ലാതെ ഈ ഗ്രൂപ്പില് ഇപ്പം വിൽസച്ചാൻ, സ്തോത്രം, വിൽസച്ചാനായിട്ട് നന്ദി പറയുന്നു. വിൽസച്ചാനെ മാത്രമേ പരിചയമുള്ളൂ. എന്നാൽ നമ്മളെല്ലാവരും അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമ്മളെല്ലാവരും നല്ലവണ്ണം അറിയുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് നമ്മളോട് ഇന്ന് രാത്രിയിൽ വളരെ വ്യക്തമായിട്ട് സംസാരിക്കും. ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. ആരംഭത്തിൽ തന്നെ ഈ ശുശ്രൂഷകളിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസിയോടുള്ള പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഞാൻ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമുക്കറിയാം, ലോകത്തിൽ വളരെ ദുഷ്കരമായ ഒരു സമയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവജനം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ആ കാലങ്ങളെയും സമയങ്ങളെയും വിവേചിച്ചറിഞ്ഞ് പ്രാർത്ഥനയിലിരിക്കുന്ന ദൈവജനത്തിന്റെ നടുവിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ നടക്കും. ഞാൻ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നു, വലിയ ഒരു പകർച്ച നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവായിരിക്കും. അതുകൊണ്ട് നമ്മൾ പല സ്ഥലങ്ങളിലായിരിക്കാം, പല രാജ്യങ്ങളിലായിരിക്കാം, പല സമയത്തിന്റെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കാം. എന്നാൽ ഈ രാത്രിയിൽ ആത്മാവിൽ ദൂരം പ്രശ്നമല്ല, ആത്മാവിൽ സമയം പ്രശ്നമല്ല. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തിൽ, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ തൊടുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ സഹായിക്കും. ഞാൻ ദൈവകൃപയാൽ ഇവിടെ ദുബായില് മിഡിൽ ഈസ്റ്റ് റിവൈവൽ ചർച്ച് എന്ന് പറയുന്ന ചർച്ചിന്റെ ഭാഗമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ വേലയിലും കർത്താവ് സഹായിക്കുന്നത് പോലെ ദൈവജനത്തെ ശുശ്രൂഷിക്കാനെല്ലാം പരിശുദ്ധാത്മാവ് ഇടയാക്കുന്നു. എൻ്റെ 13-ാമത്തെ വയസ്സിലാണ് എനിക്ക് കർത്താവിനെ അറിയാനിടയായത്. കർത്താവിനെ അറിഞ്ഞ് സ്നാനമേറ്റ് ചില മാസങ്ങൾക്ക് ശേഷം ദൈവകൃപയാൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ആഴത്തിൽ ഒരു സ്പർശനം എൻ്റെ ജീവിതത്തിന് മേൽ വന്നു. അത് കഴിഞ്ഞ് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ 15-ാമത്തെ വയസ്സ് മുതൽ കർത്താവിന്റെ വചനം സംസാരിച്ചു തുടങ്ങുവാനുള്ള കൃപ ദൈവം നൽകി. ഇതുവരെയും ദൈവം നിലനിർത്തി, ഇതുവരെയും ദൈവം നടത്തി. ദൈവം വിശ്വസ്തനാണെന്ന് ജീവിതത്തിലൂടെ പറയുവാൻ കഴിയും. ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. എന്നാൽ ഈ രാത്രിയിൽ സാക്ഷ്യങ്ങളിലേക്ക് പോയി സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുൻപിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാനാണ് ഈ രാത്രിയിൽ പ്രയോറിറ്റി എന്നറിയാം. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരോടും പ്രാരംഭത്തിൽ എനിക്കുള്ള റിക്വസ്റ്റ് ഇതാണ്: നിങ്ങൾ ആത്മാവിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുമ്പോൾ, നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുക. ഇതൊരു സൂം മീറ്റിംഗ് ആണെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തിന് ചെയ്യാനുള്ളത് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അത് ഓൺലൈനിലാണെങ്കിലും ഒരു ഓഫ്ലൈൻ മീറ്റിംഗിലാണെങ്കിലും ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ദൈവവചനത്തോടും ദൈവ സാന്നിധ്യത്തോടുമുള്ള പ്രതികരണം വളരെ പ്രധാനമാണ്. നമ്മൾ എങ്ങനെ ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്നു, എങ്ങനെ ദൈവശബ്ദത്തോട് പ്രതികരിക്കുന്നു, അതനുസരിച്ചായിരിക്കും നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച വരുന്നത്. നമുക്കറിയാം, ദൈവരാജ്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസം കൂടാതെ ദൈവരാജ്യത്തിൽ നമുക്കൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. എബ്രായലേഖനം 11:6 ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ വിശ്വാസം കൂടാതെ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയില്ല. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ ആ വിശ്വാസത്താലാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് കാര്യങ്ങളെ പ്രാപിക്കുന്നത്. നമുക്കറിയാം, അപ്പസ്തോലനായ പൗലോസ് ദൈവം വളരെ ശക്തമായി തന്റെ വേലയിൽ ഉപയോഗിച്ച ദൈവസഭയ്ക്ക് ഒരുപാട് ലേഖനങ്ങൾ കൈമാറുവാൻ ദൈവം ഉപയോഗിച്ച ഒരു കർത്താവിന്റെ ദാസനാണ് അപ്പസ്തോലനായ പൗലോസ്. ഈ അപ്പസ്തോലനായ പൗലോസിന്റെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ലേഖനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, അദ്ദേഹം ലേഖനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും സ്തോത്രം ചെയ്തുകൊണ്ടുമാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ തുടങ്ങുന്നത്. ആ ഓരോ സഭകളെയും കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അപ്പസ്തോലനായ പൗലോസിന് ആ സഭകളെ കുറിച്ച് ഓർത്ത് നന്ദി പറയുവാൻ, അല്ലെങ്കിൽ ആ സഭയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞ് എടുത്തു പറയുവാൻ ചില കാര്യങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ റോമാലേഖനം പരിശോധിക്കുമ്പോൾ, റോമാലേഖനത്തിന് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ റോമാ സഭയോട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം സർവ്വ ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ ഫിലിപ്പിയ സഭയെ കുറിച്ച് പറയുകയാണ്, സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾ കാണിച്ച കൂട്ടായ്മ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
കൊരിന്ത് സഭയെ കുറിച്ച് പറയുന്നു, കൊരിന്ത് സഭ നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ കൊരിന്ത്യ സഭയെ കുറിച്ച് പറയുമ്പോൾ പൗലോസിന് പറയാനുള്ളത് അവരുടെ ഇടയിൽ വ്യാപരിക്കുന്ന ഒരു പ്രത്യേകമായ ദൈവകൃപയുണ്ട്. ആ ദൈവകൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുമ്പോൾ, അവരെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു വരുന്നത് കൊണ്ടും നിങ്ങൾ തമ്മിലുള്ള സ്നേഹം പെരുകുന്നത് കൊണ്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുവെന്നാണ്. അപ്പോൾ അവിടെ വിശ്വാസവും സ്നേഹവും ആ സഭയുടെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ കൊലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനാണെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സമീപസ്ഥനായിരുന്ന് നിങ്ങളുടെ ക്രമവും വിശ്വാസത്തിൽ നിങ്ങൾക്കുള്ള സ്ഥിരതയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഭാഗങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ആ സഭകൾക്കകത്ത് പല പ്രത്യേകതകളുണ്ട്. അല്ലെങ്കിൽ അവരെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാൻ അപ്പസ്തോലൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊരു പക്ഷേ ദൈവകൃപയായിരിക്കാം, സുവിശേഷ ഘോഷണത്തിൽ അവർ കാണിച്ച കൂട്ടായ്മയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്നേഹം പെരുകുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ക്രമം ഓർത്തിട്ടായിരിക്കാം. എന്നാൽ അതിൻ്റെ അകത്ത് വളരെ എടുത്തു പറയുന്ന, അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് തുടരെ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ സ്ഥിരത. അപ്പോൾ സഭ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് പറയുന്നത്, അവരുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് വിശ്വാസത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ രാത്രിയിൽ നമ്മളെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ദൈവത്തിന്റെ ആത്മാവിനെ ഓർമ്മിപ്പിക്കാനുള്ളത്? നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാണോ? നമ്മളിൽ വ്യാപരിക്കുന്ന അഭിഷേകമാണോ? സ്ഥിരതയാണോ? ക്രമമാണോ? അല്ലെങ്കിൽ വിശുദ്ധിയാണോ? എന്താണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ സഭയിൽ ദൈവത്തിന്റെ ആത്മാവിനെ എടുത്തു പറയുവാൻ കഴിയുന്നത്? അല്ലെങ്കിൽ നമ്മളെ വിവേചിക്കുന്ന ഒരു അഭിഷിക്തന് ഓർത്ത് സ്തോത്രം പറയുവാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് ഈ രാത്രിയിൽ നമ്മൾ തന്നെ വിലയിരുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും, ഈ ഓരോ മീറ്റിങ്ങുകളും ആ വിശ്വാസത്തിലേക്കും സ്ഥിരതയിലേക്കും നമ്മളെ വളർത്തുന്നതായതുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമുക്കറിയാം ഈ വിശ്വാസം എങ്ങനെയാണ് വരുന്നത്. വിശ്വാസം വരുന്നത്, വചനം പറയുന്നു, വിശ്വാസം ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയാലാണ് വരുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവി നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ വിശ്വാസം നമ്മുടെ അകത്തേക്ക് ഉളവാകുന്നുവെന്ന് വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രാത്രി വചനം കേട്ടുകൊണ്ട് നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് സംഭവിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിലുള്ള വിശ്വാസം നമ്മുടെ അകത്തേക്ക് വ്യാപരിക്കുകയാണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലെൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയ കോമ്പിനേഷൻ നമുക്ക് പറയുവാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് ഹല്ലേലൂയ, ആത്മാവും വചനവും. ആത്മാവും വചനവും. പരിശുദ്ധാത്മാവ്, നമുക്കറിയാം ചില സഭകൾ വളരെ നന്നായിട്ട് വചനം പഠിപ്പിക്കും, വളരെ നന്നായിട്ട് വചനത്തിന് പ്രാധാന്യം കൊടുക്കും. എന്നാൽ അവർ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്ക് അല്ലെങ്കിൽ അഭിഷേകത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നാൽ മറു സൈഡിൽ കൃപാവരങ്ങൾക്കും അഭിഷേകത്തിനും പ്രാധാന്യം കൊടുക്കും, ദൈവവചനത്തിന് തെല്ലും പ്രാധാന്യം കൊടുക്കത്തില്ല. ഇത് രണ്ടും ഒരു എക്സ്ട്രീമാണ്. എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ആത്മാവിലും വചനത്തിലും മുൻപോട്ട് പോകണമെന്നാണ്. കാരണം വചനം വിട്ടുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വളരാൻ കഴിയില്ല, അഭിഷേകത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. അതേസമയം തന്നെ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് വചനത്തിൽ മുന്നേറുവാൻ കഴിയില്ല. എപ്പോൾ ഈ വചനത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വരുന്നു, നമുക്കറിയാം ഈ ലോഗോസ് ആയിട്ടുള്ള എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനാൽ റേമ വേർഡായിട്ട് മാറുന്നു. ആ സമയത്താണ് ഇത് നമ്മുടെ അകത്തേക്ക് വിശ്വാസമായിട്ട് മാറുന്നത്. ഈ രാത്രിയിൽ നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം, തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾ കേട്ട ദൈവവചനം അതായിരിക്കുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ സ്വീകരിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അത് വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്താൽ അതിനെ സ്വീകരിക്കുന്നവരുടെ മേലാണ് വചനത്തിന്റെ പവർ വ്യാപരിക്കുന്നത്. വചനത്തിനൊരു പവർ ഉണ്ട്, വചനത്തിന് ഒരു ശക്തിയുണ്ട്. കാരണം വചനം ജീവനുള്ളതാണ്, അത് വചനം കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വചനം വിശ്വാസത്താൽ സ്വീകരിക്കുന്നവരുടെ മേൽ ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൽ ആ വചനം ഒരു അഭിഷേകമായിട്ട് വെളിപ്പെട്ടു വരും, അതൊരു സൗഖ്യമായിട്ട് വെളിപ്പെട്ടു വരും, അത് വിടുതലായിട്ട് വെളിപ്പെട്ടു വരും. ഈ രാത്രിയിൽ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വചനത്തെ സ്വീകരിക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ മേൽ അഭിഷേകമായിട്ട് വെളിപ്പെടും, അത് നിങ്ങളുടെ മേൽ സൗഖ്യമായിട്ട് വെളിപ്പെടും, അത് നിങ്ങളുടെ മേൽ ജയമായി വെളിപ്പെട്ടു വരും, അത് നിങ്ങളുടെ മേൽ വിടുതലുകളായി വെളിപ്പെട്ടു വരും. ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാവരുടെയും റൂമുകൾക്കകത്ത് ഞാൻ വിശ്വസിക്കുന്നു അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഈ രാത്രിയിൽ ഇറങ്ങി വന്ന് നിങ്ങളെ സ്പർശിക്കാൻ പോകുന്നുവെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു.
കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. വി താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ നിങ്ങൾക്ക് ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കാം. നിങ്ങൾക്ക് കരങ്ങളെ അടിക്കാൻ തോന്നുന്നെങ്കിൽ കരങ്ങളെ അടിക്കാം. നിങ്ങൾക്ക് സ്തോത്രം പറയാൻ തോന്നുന്നെങ്കിൽ സ്തോത്രം പറയാം. അന്യഭാഷ പറയാൻ തോന്നുന്നെങ്കിൽ അന്യഭാഷ പറയാം. എങ്ങനെയാണെങ്കിലും കരങ്ങൾ ഉയർത്താൻ തോന്നിയാൽ അങ്ങനെ. ഇവിടെ നിർബന്ധങ്ങളില്ല. എങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ അതിനോട് പ്രതികരിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഈ വചനവും ആത്മാവും ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് വചനവും വേണം, പരിശുദ്ധാത്മാവും വേണം. കാരണം ഒരിക്കലും പരിശുദ്ധാത്മാവ് വചനത്തിനപ്പുറത്തേക്ക്, എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തെ മറികടന്നുകൊണ്ട് അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതൊന്നും പരിശുദ്ധാത്മാവ് ചെയ്യുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിനെ കൂടാതെ, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം കൂടാതെ നമുക്ക് അതിന്റെ മർമ്മങ്ങളെ വെളിപ്പെട്ട് കിട്ടുകയുമില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരുപോലെ ആത്മാവിലും വചനത്തിലും മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കറിയാം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വലിയ വലിയ മാറ്റങ്ങൾ വരും. വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അകത്ത് വലിയ വലിയ മാറ്റങ്ങൾ വരും. നമ്മൾ ആദ്യം കേട്ടു, നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തേക്ക് വിശ്വാസം വരുന്നു. ഈ നമ്മുടെ അകത്തേക്ക് വരുന്ന വിശ്വാസം അത് പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനത്തിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ അകത്തേക്ക് വിശ്വാസം വരുന്നു, നമ്മുടെ അകത്തേക്ക് ദൈവത്തിന്റെ വചനം വരുന്നു. ഈ വചനം വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തേക്ക് ജീവൻ വരിക എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ അകത്തേക്ക് പ്രകാശം വരിക എന്നതാണ് അതിന്റെ അർത്ഥം. നമ്മുടെ അകത്തേക്ക് വചനത്തിന്റെ അഭിഷേകം വരുന്നു, പരിശുദ്ധാത്മാവ് ശക്തി നമ്മുടെ മേൽ വരുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വരുമ്പോൾ നമ്മുടെ മേൽ ചേഞ്ചസ് ഉണ്ടാകും. നമ്മുടെ മേൽ വലിയ ചേഞ്ചസ് ഉണ്ടാകും, വലിയ ട്രാൻസ്ഫോർമേഷനുകൾ സംഭവിക്കും, രൂപാന്തരീകരണങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. ഞാൻ ആദ്യം ഇവിടെ ദൈവദാസിമാർ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരുപാട് കുടുംബങ്ങളുടെ അകത്ത് ഹല്ലേലൂയ അവരുടെ ജീവിത പങ്കാളികൾ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. നമുക്കറിയാം, ഒരു ഭവനത്തിന്റെ അകത്തേക്ക് വചനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ചേഞ്ചസ് വരും, രൂപാന്തരീകരണങ്ങൾ സംഭവിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് ഈ രാത്രിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ രാത്രി നമ്മൾ പ്രാപിക്കുവാൻ, പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ഒരു ദൈവശക്തി പുതുതായ ഒരു അഭിഷേകം ഏറ്റെടുക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിക്കുവാൻ നമുക്ക് ഈ രാത്രിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ പെട്ടെന്ന് വചനത്തിലേക്ക് വരാം. അപ്പസ്തോല പ്രവൃത്തിക്കകത്ത്, അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ മാളിക മുറിയിൽ കൂടിയിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരികയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി തീ പോലെ അവരുടെ മേൽ വെളിപ്പെടുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു പശ്ചാത്തലം നമുക്കറിയാം. അവർ യേശുവിനോട് കൂടെ യാത്ര ചെയ്തവരാണ്, അല്ലെ? യേശുവിന്റെ കൂടെ, യേശുവിന്റെ ശുശ്രൂഷ സമയത്തെല്ലാം യാത്ര ചെയ്ത യേശുവിന്റെ പ്രിയ ശിഷ്യന്മാർ. അവർ ആ യേശുവിന്റെ കൂടെയുള്ള ഈ ലോകത്തിലുള്ള അവരുടെ യാത്ര അവസാനിച്ചു. ഫിസിക്കലി യേശുവിന്റെ കൂടെ നടന്നിരുന്ന അവർ പിന്നീട് ആ ഒരു സാന്നിധ്യം, ഫിസിക്കലായിട്ടുള്ള കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട് വളരെ നിരാശരായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു വാക്തത്വത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നത്. അവർ വാക്തത്വത്തിന് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. മാളിക മുറിയിൽ സംഭവിച്ചത്, അവിടെ 120 പേർ കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരികയാണ്. അപ്പൊ ഇവിടെ ശിഷ്യന്മാരുടെ കൂടെ അനേകർ ഒരുമിച്ച് കൂടിയിരുന്ന് കർത്താവിന്റെ ആ കൽപ്പന, കർത്താവിന്റെ വാക്തത്വത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ അഭിഷേകം വരികയും അത് ചില കാര്യങ്ങളുടെ ആരംഭമായി മാറുകയും ചെയ്തു. ഹല്ലേലൂയ. നമുക്ക് അഭിഷേകം പ്രാപിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ്. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലെയാണ്. നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നത് വിശ്വാസത്താലെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തു വിടുതലുകളാണെങ്കിലും നമ്മളത് പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ്. എന്ത് വിശ്വാസം? ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസം, കർത്താവിന്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയിലുള്ള വിശ്വാസം, യേശുവിന്റെ രക്തത്തിലുള്ള വിശ്വാസം. ഈ വിശ്വാസത്താലാണ്, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസം. ഈ വിശ്വാസത്താലാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സകല ദൈവപ്രവൃത്തികളും വെളിപ്പെട്ടു വരുന്നത്. അപ്പോൾ ഇവിടെ വിശ്വാസത്താൽ അവർ അവിടെ കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വരികയാണ്. ഞാൻ അതിനകത്ത് ഒരു വാക്യം മാത്രം ഒന്ന് എടുത്ത് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോവുകയാണ്. അവിടെ പറയുന്നത് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അതിന്റെ ആംപ്ലിഫൈഡ് വേർഷനിൽ ഇങ്ങനെയാണ് കാണുന്നത്, ആൻഡ് ദേ വേർ ഓൾ ഫിൽഡ് ആൻഡ് ബിഗാൻ ടു സ്പീക്ക് ഇൻ അതർ ടങ്സ്. അവർ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ദേ വേർ ഓൾ ഫിൽഡ്. ആ ഫിൽഡ് എന്നുള്ള വാക്കിന് ആംപ്ലിഫൈഡ് വേർഷനിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്,
that is diffused ത്രൂ ഔട്ട് their being, അല്ലെങ്കിൽ diffused ത്രൂ ഔട്ട് their soul. അവരുടെ ബീയിങ്, അവരുടെ മുഴുദേഹിയെയും ഡിഫ്യൂസ് ചെയ്ത ഒന്നിനെ അവർ പ്രാപിച്ചു. ഈ ഫിൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, നിറയ്ക്കുക എന്നുള്ള വാക്കാണ്. എന്നതാണ് അതിന്റെ അർത്ഥം. ഫിൽഡ് എന്ന് പറയുന്നത് നിറയപ്പെടുക, നിറയ്ക്കുക എന്നതാണ്. എന്നാൽ അതിന് വളരെ മനോഹരമായ ആംപ്ലിഫൈഡ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത് ഡിഫ്യൂസ്ഡ് ത്രൂ ഔട്ട് ദെയർ എൻറ്റയർ ബീയിങ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ അവരുടെ മുഴു ശരീരവും മുഴു ആളത്വവും അവരുടെ മുഴു സോളും ഡിഫ്യൂസ്ഡ് ആയി. നമുക്കറിയാം ഡിഫ്യൂസ് എന്ന വാക്കിനുള്ള മലയാളത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത്, ഡിഫ്യൂസ് എന്ന് പറയുമ്പോൾ പ്രസരിക്കുക, വ്യാപിക്കുക, നിറയുക, ഇങ്ങനെയുള്ള അർത്ഥമാണ് ഡിഫ്യൂസിന് ഉള്ളത്. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ, ഓഫീസുകളിൽ ഡിഫ്യൂസർ യൂസ് ചെയ്യാറുണ്ട്. ഡിഫ്യൂസർ യൂസ് ചെയ്യുമ്പോൾ ആ ഡിഫ്യൂസിന്റെ അകത്തേക്ക് ഒരു 3-4 ഡ്രോപ്സ് എസൻഷ്യൽ ഓയിൽ ഇട്ടിട്ട് വെള്ളം കൂടി ഇട്ടിട്ട് ഓൺ ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് ആ ഒരു അരോമ ആ ഒരു റൂമിനെ മുഴുവനിലേക്കും അത് ഫുൾ ഡിഫ്യൂസ് ആകുമല്ലോ, അത് മുഴുവനും പ്രസരിക്കും, അത് മുഴുവനും വ്യാപരിക്കും, ആ റൂമിനെ മുഴുവനും അത് നിറയ്ക്കും. അതുപോലെയാണ് ആ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സംഭവിച്ചത്. അവരുടെ മേൽ അഭിഷേകം വന്നപ്പോൾ അവരുടെ മുഴു ആളത്വത്തെയും അത് ബാധിച്ചു. അവരുടെ മുഴു ദേഹിയിലും പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മുടെ മുഴു ആളത്വത്തെ നിറയ്ക്കുന്നതാണ്, നമ്മുടെ മുഴുവനായും ഫില്ല് ചെയ്യുന്നതാണ്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയകളെയും ഫില്ല് ചെയ്യുന്നതാണ് അഭിഷേകം. ദൈവശക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയകളെയും നിറയ്ക്കുന്നതാണ്. അത് നമ്മുടെ ശുശ്രൂഷയെ മാത്രമല്ല, അത് നമ്മുടെ ചിന്താഗതികളെ നിറയ്ക്കുന്നതാണ്. അത് അന്യഭാഷകളെ പറയുവാൻ നമ്മുടെ നാവിനെ മാത്രമല്ല, അത് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്നതാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ മേൽ ബലമായി വ്യാപരിക്കുന്നതാണ്. നമ്മളെ കൊണ്ട് അസാധ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാനാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരുന്നത്. അപ്പോൾ ഈ മാളിക മുറിയിൽ ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അല്ലെ, ഒരു അഭിഷേകം. ഇത്ര വലിയൊരു എൻകൗണ്ടർ നടന്നു കഴിഞ്ഞാൽ ആളുകൾ പൊതുവെ തൃപ്തരാകും. ഇത്ര വലിയൊരു എൻകൗണ്ടർ നടന്നു, ഇതിൽ കൂടുതൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അഗ്നിനാവ് കണ്ടു, അഗ്നിനാവ് ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്നു, ഞങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചു, ഞങ്ങളുടെ ഭാഷ കേട്ടിട്ട് അവിടെ കൂടിയിരുന്ന ജാതികൾ കൂടി വന്നു, അവർ ഞങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലായി. അപ്പോൾ ജീവിതകാലം മുഴുവനും പറയാൻ ഒരു സാക്ഷ്യമായി, ജീവിതകാലം മുഴുവനും കൊണ്ടുപോകുവാൻ ഒരു ശുശ്രൂഷയുടെ തലമായി. അതുകൊണ്ട് അവർ തൃപ്തിപ്പെട്ടില്ല. നമുക്കറിയാം അപ്പസ്തോലന്മാരെ സംബന്ധിച്ച്, ശിഷ്യന്മാരെ സംബന്ധിച്ച് അത് വലിയ ഒരു യാത്രയുടെ തുടക്കമായിരുന്നു. ഇറ്റ് വാസ് എ ബിഗിനിങ് ഓഫ് എ ലൈഫ് ദാറ്റ് ഈസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു യാത്രയുടെ തുടക്കമായിരുന്നു. ഒരു സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യേശുവിനോട് കൂടെയുള്ള ആ ജഡത്തിലുള്ള യാത്ര അവസാനിക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൂടെയുള്ള മറ്റൊരു യാത്രയുടെ തുടക്കവുമായിരുന്നു മാളികമുറിയിൽ സംഭവിച്ചത്. നമുക്കറിയാം വിശ്വാസം എന്ന് പറയുന്നത് എവിടെയാണോ ദൈവഹിതം പൂർണ്ണതയിൽ അറിയപ്പെടുന്നു അവിടെയാണ് വിശ്വാസം ആരംഭിക്കുന്നത്. ദൈവഹിതം അറിയുന്നിടത്താണ് വിശ്വാസം ആരംഭിക്കുന്നത്. അപ്പോൾ ദൈവഹിതം അറിയുന്ന ഇടമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ അകത്തെ ദൈവഹിതം അറിയുമ്പോഴാണ്, അവിടെയാണ് വിശ്വാസം ആരംഭിക്കുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പൂർണ്ണ ഹിതത്തിൽ അകത്തായിരിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസമായിട്ട് മാറുന്നത് അല്ലെ. നമ്മുടെ ഈ നാട്ടിൻപുറത്തൊക്കെ പണ്ട് തൊട്ട് പറയുന്ന ഒരു വാക്കാണ്, ബൈബിളിൽ പറയുന്ന ഒരു വാക്കിനെ നാട്ടുകാരെല്ലാം ഉപയോഗിക്കാറുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ ഏത് വിശ്വാസമാണ് നിന്നെ രക്ഷിക്കുന്നത്? ഏതെങ്കിലും വിശ്വാസമാണോ? എന്തെങ്കിലും കാര്യങ്ങളിലുള്ള വിശ്വാസമാണോ? അതോ യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിലുള്ള ദൈവഹിതത്തിന്റെ അകത്തുള്ള ആ ഒരു ദൈവത്തിന്റെ ഉപദേശങ്ങൾക്കകത്തുള്ള വിശ്വാസമാണോ നിന്നെ രക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ഏത് വിശ്വാസവും നിന്നെ രക്ഷിക്കുമോ? ഇത് ഒരു നാട്ടിൻപുറത്തെ ഒരു സംസാര വിഷയമാണ്, അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് പോലെ പറയുന്നതാണ്. എന്നാൽ നമുക്കറിയാം ദൈവഹിതത്തിന്റെ അകത്ത് മാത്രമാണ് വിശ്വാസം. അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണങ്ങൾക്കകത്താണ് വിശ്വാസം ആരംഭിക്കുകയും വിശ്വാസം അവസാനിക്കുകയും ചെയ്യുന്നത്. അതിനെ പുറത്തേക്ക് വിശ്വാസമില്ല. ദൈവവചനത്തിന്റെ പ്രമാണത്തിന്റെ അകത്താണ് വിശ്വാസം ആരംഭിക്കുകയും വിശ്വാസം അവസാനിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ കർത്താവിലാണ് വിശ്വാസം ആരംഭിക്കുകയും വിശ്വാസം അവസാനിക്കുകയും ചെയ്യുന്നത്. കാരണം അവനാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ആരംഭിക്കുന്നത് കർത്താവിലാണ്, നമ്മുടെ വിശ്വാസം അവസാനിക്കുന്നതും കർത്താവിലാണ്. അതിന് പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ദൈവഹിതം അറിയുന്നിടത്തു നിന്നാണ് വിശ്വാസം ആരംഭിക്കുന്നത്. അപ്പോൾ ദൈവഹിതം അറിയുമ്പോൾ നമ്മുടെ അകത്തേക്ക് വിശ്വാസം വരും. ദൈവഹിതം എന്താണ്? നിങ്ങളെ ഈ രാത്രിയിൽ അഭിഷേകം ചെയ്യുക എന്നുള്ളത് ദൈവഹിതമാണ്.
നിങ്ങളെ അനുഗ്രഹിക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. നിങ്ങളെ സൗഖ്യമാക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. നിങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ദൈവഹിതമാണ്. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ കുടുംബക്കാരെല്ലാം കർത്താവിനെ അറിയുക എന്നുള്ളത് ദൈവഹിതമാണ്. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് ദൈവഹിതമാണ്. നിങ്ങളുടെ കുടുംബം മാനിക്കപ്പെടുക എന്നുള്ളത് ദൈവഹിതമാണ്. നിങ്ങളുടെ തലമുറകൾ കർത്താവിനെ അറിയുക എന്നുള്ളത് ദൈവഹിതമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടുക എന്നുള്ളത് ദൈവഹിതമാണ്. നിങ്ങൾ ഒരു ലോക്കൽ ചർച്ചിന്റെ ഭാഗമായിരിക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. നിങ്ങൾ കൃപാവരങ്ങളെ പ്രാപിക്കണമെന്നുള്ളത് ദൈവഹിതമാണ്. അപ്പോൾ ദൈവഹിതം അറിയുന്നിടത്താണ് വിശ്വാസം ആരംഭിക്കുന്നത്. ദൈവഹിതം അറിയുന്നിടത്താണ് വിശ്വാസം അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ രാത്രിയിൽ വിശ്വാസത്തിന്റെ അളവുകൾ ദൈവവചനത്തിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഫെയ്ത്തിന്റെ മെഷർ, വിശ്വാസത്തിന്റെ അളവിരിക്കുന്നത് ദൈവവചനത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണോ? നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ കാര്യം ദൈവം തന്നിരിക്കുകയാണ്. എന്താണ് അത്? ദൈവത്തിന്റെ വചനമാണ്. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ എത്ര അകത്തേക്ക് എടുക്കുന്നോ അതനുസരിച്ച് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം ഈ ഫെയ്ത്തിന്റെ പ്രധാനപ്പെട്ട 2 എലമെന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് വിശ്വസിക്കുക, 2 സംസാരിക്കുക എന്നുള്ളതാണ്. ഒന്ന് വിശ്വസിക്കുക, 2 സംസാരിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കണം, വിശ്വസിച്ച വചനത്തെ സംസാരിക്കണം. ഇത് ഫെയ്ത്തിന്റെ 2 കീ എലമെന്റ്സ് ആണ്. നമ്മൾ മലയുടെ മുൻപിൽ വന്നാലും മലയോട് നമ്മൾ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കണം. അപ്പോൾ ഈ വിശ്വസിക്കുകയും സംസാരിക്കുകയും എന്നുള്ളത് ഫെയ്ത്തിന്റെ 2 കീ എലമെന്റ്സ് ആണ്. അപ്പം ഈ 2 കാര്യങ്ങളും നമ്മുടെ അകത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കണം, അതിനെ നമ്മൾ റിസീവ് ചെയ്യണം. മറിയ പറഞ്ഞതുപോലെ നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. അതൊരു വിശ്വാസത്തിന്റെ സമർപ്പണമാണ്, ഒരു വിശ്വാസത്തിന്റെ ഡിക്ലറേഷനാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിശ്വസിച്ചു, നാവെടുത്ത് സംസാരിച്ചു. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ അധരം കൊണ്ട് സംസാരിക്കണം. നമ്മുടെ കർത്താവിനെ നമ്മൾ വിശ്വസിച്ചു, രക്ഷയ്ക്കായി നമ്മൾ ഏറ്റുപറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു പ്രധാന പ്രിൻസിപ്പിൾ ആണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഏറ്റുപറയുക എന്നുള്ളത്. അപ്പോൾ ഈ വിശ്വസിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഏറ്റുപറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വളരെ ആക്ടിവേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ അതിന്റെ തീവ്രതയിൽ ഈ വ്യാപിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ ആ ഫിൽഡ് എന്നുള്ള ഒരു അനുഭവത്തിൽ നിന്നും എപ്പോഴും നിറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുകയും ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും വേണം. നമ്മൾ പ്രാപിച്ചത് കൊണ്ട് തൃപ്തിപ്പെടാൻ പാടില്ല. നമ്മൾ 5 ദിവസം ഉപവാസത്തിൽ പ്രാപിച്ചു, ഇനി അതുകൊണ്ട് ബാക്കി 21 ദിവസം പോകാമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കാതെ എല്ലാ ദിവസവും എനിക്ക് പുതുതായി കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങൾ വരണം. ആ ഒരു പ്രാർത്ഥനയോടെ നിങ്ങൾ കടന്നു വരണം. അപ്പോൾ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് പ്രാപിക്കാൻ കഴിയൂ. നമുക്കറിയാം ശിഷ്യന്മാർ മാളിക മുറി കൊണ്ട് നിർത്തിയില്ല. അത് ഒരു വലിയ യാത്രയുടെ തുടക്കമായിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിയോഗിതമായ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. അതേപോലെ തന്നെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷണൽ ജേർണിയുടെ തുടക്കമായിരുന്നു. ഒരു രൂപാന്തരപ്പെടുത്തുന്ന ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. നമുക്കറിയാം ഈ സുവിശേഷം, ഇതിന്റെ ഒത്തന്റിസിറ്റി, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ഒരു വലിയ ഒത്തന്റിസിറ്റി, അതിന്റെ ഒരു വലിയ മാനിഫെസ്റ്റേഷൻ, അതിന്റെ ഒരു ഉറപ്പെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അന്യഭാഷ മാത്രമല്ല, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കൃപാവരങ്ങൾ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അകത്ത് വരുന്ന മാറ്റങ്ങൾ, ഒരു ട്രാൻസ്ഫോർമേഷൻ, നമ്മുടെ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ യാത്രകളിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ, അത് ഈ സുവിശേഷത്തിന്റെ വലിയൊരു ഒത്തന്റിസിറ്റി വെളിപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. അത് ഇന്നും പാപികളെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിയും, ഇന്നും അവന് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും, ഇന്നും പരിശുദ്ധാത്മാവിന് കുറ്റവാളികളെ ഹല്ലേലൂയ അപ്പസ്തോലന്മാരാക്കി മാറ്റുവാൻ കഴിയുമെന്നുള്ള ആ വലിയ സുവിശേഷത്തിന്റെ ദൈവവചനത്തിന്റെ ശക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ഒരു 2 അന്യഭാഷ പറഞ്ഞ് നിർത്തുകയോ പ്രവചിച്ചു നിർത്തുകയോ രോഗികളെ സൗഖ്യമാക്കി നിർത്തുകയോ മാത്രമല്ല, ഇത് വലിയ ഒരു യാത്രയുടെ തുടക്കമാണ്.
ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ വിശ്വാസത്തിൽ ശുശ്രൂഷയിൽ ആരംഭ സ്റ്റേജിലായിരിക്കാം. ഈ രാത്രിയിൽ വളരെ സ്നേഹത്തോടെയും വളരെ ബഹുമാനത്തോടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു യാത്രയുടെ തുടക്കമാണ്. നമ്മളെങ്ങും എത്തിയിട്ടില്ല. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ മുൻപോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കിക്കൊണ്ടിരിക്കും, നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും, നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, നമ്മളെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും, നമ്മളെ കൃപയിൽ നിന്ന് കൃപയിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ രാത്രിയിൽ നിങ്ങൾ ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത ഒരു അഭിഷേകത്തിന്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം മുതൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ റൂമുകളുടെ അന്തരീക്ഷങ്ങൾ മാറട്ടെ. അന്തരീക്ഷത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ തീയുടെ അഭിഷേകം വളരെ ആഴത്തിൽ അക്ഷരികമായി ഇറങ്ങി നിൽക്കുന്നത് ഈ രാത്രിയിൽ മുതൽ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങട്ടെ. നിങ്ങളുടെ ശരീരങ്ങളിൽ നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്ന രീതിയിൽ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ സ്പർശനം ഈ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ ഞങ്ങൾ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വചനം റിയൽ ആയതുകൊണ്ട് അതിന്റെ ശക്തി ഞങ്ങളുടെ ജനത്തിന്റെ മേൽ വ്യാപരിക്കുവാൻ ഈ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ഡിവൈസുകൾക്കകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന സഹോദരങ്ങളുടെ റൂമുകൾക്കകത്തേക്കും ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരങ്ങളിൽ തിരിച്ചറിയുന്നത് പോലെ ഹോറാബ ശാന്താലറബ രഗജനാദി ആന്തൽ പ്രഭാന റീമാന ഹസ്തന വൈഡ പ്രഭാ രഗജന ഘടക. യേശുവിൻ നാമത്തിൽ എല്ലാ ഡിസ്ട്രാക്ഷനുകളും മാറിപ്പോകട്ടെ, എല്ലാ മുൻവിധികളും മാറിപ്പോകട്ടെ, മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകൾ മാറിപ്പോകട്ടെ, എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ ജനത്തിന്റെ മേൽ ഒരു പുതിയ സ്വാതന്ത്ര്യം വ്യാപരിച്ചു തുടങ്ങട്ടെ. അവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അവരുടെ അന്തരീക്ഷങ്ങൾ ഇപ്പോൾ മാറട്ടെ, അറ്റ്മോസ്ഫിയറുകൾ ഷിഫ്റ്റ് ആകട്ടെ, ഹൃദയങ്ങളുടെ അകത്ത് രൂപാന്തരം ഉണ്ടാകട്ടെ. റീബാലാബ ശാന്താലാബാല. ചില നിമിഷങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ട്. ഇപ്പോൾ അഭിഷേകം ചിലരുടെ മേൽ ഒഴുകി തുടങ്ങുകയാണ്. റീമാന ഹന്തന പ്രഭാന. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് വളരെ റിയലായി നിങ്ങളെ സ്പർശിക്കാൻ പോകുകയാണ്. റീകൽഗമന ഘടക ശാന്തരാജനാദിയ അർത്ഥന വൈഡ പ്രഭാത ഘടക ശാന്തരാജകന ഘടക റീമാന ഹന്തല പ്രഭാന. ഈ രാത്രിയിൽ മാളിക മുറിയിലെ ഒരു പകർച്ച പോലെ ഒരു പകർച്ച ചിലരുടെ ജീവിതത്തിൽ ഒരു പുതിയ യാത്രയുടെ തുടക്കമെന്നോണം ചില യാത്രകൾ കഴിഞ്ഞ് നിരാശയോടെ നിൽക്കുന്ന ചിലരുടെ ജീവിതത്തിന്റെ അകത്ത് വളരെ പ്രിയപ്പെട്ടവർ മാറി നിൽക്കുമ്പോൾ ആ ഒരു ഐസൊലേഷന്റെ അകത്ത് താങ്ക് യു ലോർഡ്. ചിലരെല്ലാം ജീവിതത്തിൽ നിന്ന് അകന്നുപോയതിന്റെ ഭാരങ്ങൾ നിമിത്തം ഒരു ഐസൊലേഷൻ പോലെ, ഒരു ഏകാന്തത പോലെ അനുഭവിക്കുന്ന ഇടത്തു നിന്നും ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ കൂടെയുള്ള ഒരു പുതിയ യാത്രയ്ക്ക് ചിലർ തയ്യാറാകട്ടെ. ചിലരുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു പുതിയ യാത്ര ഈ രാത്രിയിൽ യേശുവിൻ നാമത്തിൽ തുടങ്ങുവാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ തീയാലുള്ള അഭിഷേകത്താൽ ചിലർ നിറയ്ക്കണമേ. ചിലരുടെ ചരിത്രങ്ങളെ തിരിക്കുന്ന ഡോർമെന്റ് ആയിരിക്കുന്ന, സ്റ്റാഗ്നന്റ് ആയിരിക്കുന്ന ചില അനുഭവങ്ങളെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം ഈ രാത്രിയിൽ ചില ജീവിതങ്ങളുടെ അകത്തേക്ക്, ഒഴിഞ്ഞതുപോലെ ആയിരിക്കുന്ന ചില പാത്രങ്ങളുടെ അകത്തേക്ക് ഒരു വലിയ നിറവിനെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തി ഈ രാത്രിയിൽ മുതൽ യേശുവിൻ നാമത്തിൽ സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു. റീബാല ശാന്താല പ്രഭാന റീബാല ഹന്തലാജന. ഈ രാത്രിയിൽ ആറാമത്തെ രാത്രിയിൽ ഒരു വലിയ തിരിവ് ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ചില ശുശ്രൂഷകൾക്കകത്ത് ഈ രാത്രി മുതൽ ഒരു പുതിയ തിരിവ് ആരംഭിക്കട്ടെ. മേജറായ തിരിവുകൾ സംഭവിച്ചു തുടങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ ഇവരുടെ പ്രാർത്ഥനാ ജീവിതങ്ങൾക്കകത്ത്, ശുശ്രൂഷകൾക്കകത്ത്, ആരാധനയ്ക്കകത്ത് പ്രകടമാകുന്ന മാറ്റങ്ങൾ ഈ രാത്രിയിൽ മുതൽ കണ്ടു തുടങ്ങുവാൻ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന കർത്താവേ. Oh, we thank you, Holy Spirit. We thank you, Lord. We thank you, Holy Spirit. എല്ലാവരും പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചാട്ട്. താങ്ക് യു ലോർഡ്. ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളെ സ്പർശിക്കാൻ പോകുകയാണ്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേലുണ്ട്. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Lord. 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 അഭിഷേകത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടുന്ന വിടുതലുകൾ ഈ രാത്രിയിൽ സംഭവിച്ചു തുടങ്ങട്ടെ. എല്ലാ നുഖങ്ങളെയും തകർക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം
ചിലരുടെ ശരീരങ്ങളിൽ ഇറങ്ങി അവരെ ശക്തിപ്പെടുത്തണമേ. ഇവരുടെ പ്രാർത്ഥനാ മുറികൾ ഈ രാത്രിയിൽ ഒരു എൻകൗണ്ടറിന്റെ സ്ഥലമായി മാറട്ടെ. ഇവർ ആയിരിക്കുന്ന റൂമുകൾ ഈ രാത്രിയിൽ ഒരു എൻകൗണ്ടറിന്റെ സ്ഥലമായി മാറട്ടെ. ഇവർ ആയിരിക്കുന്ന റൂമുകൾ ഈ രാത്രിയിൽ ഒരു ബഥേലായി മാറട്ടെ. എൻകൗണ്ടറുകൾ നടക്കുന്ന ബഥേലായി മാറട്ടെ. അതൊരു മാളിക മുറിയായി മാറട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഈ രാത്രി നിരാശകൾ മാറിപ്പോകുന്ന രാത്രിയാകട്ടെ. ഇത് ദൈവത്തിന്റെ വചനത്താൽ ഇന്നർ ഹീലിംഗ് സംഭവിക്കുന്ന രാത്രിയാകട്ടെ. ആന്തരികമായ മുറിവുകൾ സൗഖ്യമാകുന്ന രാത്രിയാകട്ടെ. ഹോളി സ്പിരിറ്റ് വി താങ്ക് യു, ഹോളി സ്പിരിറ്റ് വി താങ്ക് യു, ഹോളി സ്പിരിറ്റ് വി താങ്ക് യു. ഇനി ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. തങ്ങളുടെ നാഥൻ ഞങ്ങളെ വിട്ടുപോയി. ഇനിയും വലയും പടകുമെടുത്ത് പഴയ പടിയിലേക്ക് പോവുക എന്നുള്ള വിചാരത്തിലിരുന്ന് ചിലരെ ആ കെട്ട ദൂതുകളൊന്നും നടപ്പിലാകുവാൻ സാധ്യതയില്ല. യേശു പറഞ്ഞ ദൂതുകൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നുള്ള ദൂതുകൾ, നിങ്ങൾ ഭൂലോകത്തിന്റെ അറ്റം വരെയും പോകുമെന്നുള്ള ദൂതുകളൊന്നും നടക്കുവാൻ സാധ്യതയില്ല. കാരണം യേശു പോയി, ഇനി ആ ദൂതുകൾ സംഭവിക്കുവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് നിരാശയോടിരുന്ന ഒരു കൂട്ടത്തെ തിരികെ വാക്തത്വത്തിലേക്കും നിയോഗത്തിലേക്കും കൊണ്ടുവന്ന മാളിക മുറിയുടെ പകർച്ചയിൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഇന്നും വിശ്വസിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് രാത്രിയിലും വിശ്വസിക്കുകയാണ്. കർത്താവെ, ആശയില്ലാതെ പോയ ഒരു കൂട്ടത്തെ തിരികെ നിയോഗത്തിലേക്ക് കൊണ്ടുവന്ന, അവരെ ശക്തരാക്കിയ ഒരു മാളിക മുറിയുടെ പകർച്ച ഇന്നും ഞങ്ങൾക്കുള്ളതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ ജനം ശക്തി പ്രാപിക്കട്ടെ, ജനം ശക്തി പ്രാപിക്കട്ടെ, ജനം ശക്തി പ്രാപിക്കട്ടെ, ജനം ശക്തി പ്രാപിക്കട്ടെ. Come on, receive the anointing, receive the anointing. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ചിലരുടെ മേലൊരു പുതിയ അഭിഷേകം ഈ നിമിഷങ്ങളിൽ ഇറങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റബാല ഹന്തല പ്രഭാന റിബാജന സന്ധരാജന വൈഡ പ്രഭാന റബൽ ഖമാന ഘടക. പുതിയ ഭാഷകൾ അങ്ങയുടെ മക്കളുടെ നാവുകളുടെ മേൽ വ്യാപരിക്കട്ടെ. ശുശ്രൂഷയുടെ പുതിയ നിയോഗങ്ങൾ ഈ രാത്രി ചിലതിന് മേൽ വീഴട്ടെ. റാംശസിയാന്തൽ പ്രഭാന. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ടതിന് എസ്തേറുമാർ, ദെബോറമാർ ഈ കൂട്ടത്തിൽ നിന്നും എഴുന്നേറ്റ് വരട്ടെ. ദൈവ ശബ്ദമായി നിൽക്കേണ്ടതിന്, ജനത്തിന്റെ വിടുതലിന് വേണ്ടി നിൽക്കേണ്ടതിന് എസ്തേറുമാരും ദെബോറമാരും ഈ കൂട്ടത്തിന്റെ നടുവിൽ നിന്നും ഈ രാത്രിയിൽ ഒരു പകർച്ചയാൽ എഴുന്നേറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഫാദർ, വി താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഞങ്ങളുടെ ജനത്തെ സ്പർശിക്കുന്നത് കൊണ്ട് നന്ദി പറയും. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവൃത്തി 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യു വിൽ റിസീവ് പവർ when the Holy Spirit comes upon you. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ അവരുടെ ബീയിങ്ങിനെ, അവരുടെ ആളത്വത്തെ മുഴുവനും ഡിഫ്യൂസ് ചെയ്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് അത് ശക്തിയുടെ ഒരു പകർച്ചയായിരുന്നു. നമുക്കറിയാം, അഭിഷേകം എന്ന് പറയുന്ന ഒരു നിക്ഷേപമാണ്. നമ്മുടെ അകത്ത് വന്ന അഭിഷേകം എന്ന് പറയുന്നത് ഒരു നിക്ഷേപമാണ്. സ്വർഗത്തിന്റെ ഏറ്റവും വിലയുള്ള ഒരു നിക്ഷേപമാണ് അനോയിന്റിങ്, അഭിഷേകം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ അകത്തേക്ക് പകർന്നിരിക്കുന്നത്. നമ്മുടെ അകത്ത് വിലയേറിയ നിക്ഷേപം ഉണ്ടെങ്കിൽ നമ്മളെ പിന്നെ വില കുറച്ച് കാണുവാൻ ഒരിക്കലും ആർക്കും കഴിയില്ല. നിങ്ങളെ തന്നെ ഒരിക്കലും നിങ്ങൾ വില കുറച്ച് കാണരുത്. നിങ്ങൾ പുഴുവാണെന്നും കൃമിയാണെന്നും പറയരുത്. കാരണം സ്വർഗത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപത്തെ, അഭിഷേകത്തെ നിങ്ങളുടെ മേൽ, പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുകയാണ്. അഭിഷേകം എന്ന് പറയുന്നത് ഒരു ശക്തീകരണമാണ്. അഭിഷേകം എന്ന് പറയുന്നത് ഒരു ശക്തീകരണമാണ്. അഭിഷേകം എന്ന് പറയുന്നത് ഒരു നിയോഗമാണ്. അഭിഷേകം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ഒരു നിക്ഷേപമാണ്. അഭിഷേകം എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റേഷൻസിനെ പൊളിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അഭിഷേകം വരുമ്പോൾ നമ്മുടെ ലിമിറ്റേഷൻസ് പൊളിയും. അഭിഷേകം വരുമ്പോൾ നമ്മൾ ശക്തരാകും. അഭിഷേകം നമ്മളെ വ്യത്യസ്തരാക്കുന്നതാണ്. അഭിഷേകം നമ്മുടെ മേൽ വ്യത്യസ്തത കൊണ്ടുവരും. നമുക്കറിയാം, അഭിഷേകമുള്ളവർ വ്യത്യസ്തരാണ്. അഭിഷേകമുള്ളവർ വ്യത്യസ്തരാണ്. ഈ അഭിഷേകം നമ്മുടെ ജീവിതത്തിനകത്ത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വ്യത്യസ്തരായിട്ട് മാറും. ഈ അപ്പസ്തോലന്മാർ നമുക്കറിയാം, അവർ മുക്കുവന്മാരായിരുന്നല്ലേ. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത, ലോകപ്രകാരം വലിയ ശ്രേഷ്ഠതയൊന്നും ഇല്ലാത്ത അപ്പസ്തോലന്മാർ
അല്ലെങ്കിൽ മുക്കുവന്മാർ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അപ്പസ്തോലന്മാരായിട്ട് മാറി. അപ്പം വചനം പറയുന്നുണ്ട് ഈ കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും ആർക്കും അറിയത്തില്ല. അതേപോലെ തന്നെയാണ് ആത്മാവിൽ ജനിച്ചവർ. ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു കഴിഞ്ഞാൽ അവൻ ഏത് ലെവൽ വരെ പോകുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ നിലകളിൽ ആ വ്യക്തി പ്രയോജനപ്പെടുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല, ആർക്കും മുൻവിധിക്കാൻ കഴിയില്ല. കാരണം കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും ആർക്കും അറിയത്തില്ല. അതുപോലെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവർ. അതുപോലെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ എന്ന് പറയുന്നത് കാറ്റ് പോലെയാണ്. കാരണം അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ ഏത് നിലകളിൽ പോകുമെന്നും എവിടെ പോകുമെന്നും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് നമ്മുടെ ലിമിറ്റേഷൻസിനെ പൊളിക്കുന്നതാണ്. ഹല്ലേലൂയ. അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ യെരുശലേമിൽ നിന്ന് യഹൂദയിലേക്കും ശമര്യയിലേക്കും ലോകത്തിന്റെ അറ്റത്തോളം നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അതാണ് ഈ അഭിഷേകം വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത്, അവരെ യെരുശലേമിന്റെ ലിമിറ്റേഷനുകളെ പൊളിച്ച് അവരെ ശമര്യയിലേക്കും യഹൂദയിലേക്കും ഭൂമിയുടെ അറ്റത്തിലേക്കും കൊണ്ടുപോകുന്നതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയിലൂടെ ആ കുടുംബങ്ങൾ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ മേലൊരു അഭിഷേകം ആക്റ്റീവായി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലുള്ള അഭിഷേക നിമിത്തം നിങ്ങളുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടും. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ നിങ്ങളുടെ കുടുംബത്തെ മാത്രമല്ല, നിങ്ങളായിരിക്കുന്ന പട്ടണത്തെ വിടുവിക്കാൻ കഴിയും, നിങ്ങളായിരിക്കുന്ന പഞ്ചായത്തിനെ വിടുവിക്കാൻ കഴിയും, നിങ്ങളായിരിക്കുന്ന മുനിസിപ്പാലിറ്റിയെ വിടുവിക്കാൻ കഴിയും, നിങ്ങളായിരിക്കുന്ന ദേശത്തെ വിടുവിക്കാൻ കഴിയും. അത് നിങ്ങളിലൂടെ ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ആരെയും കൊണ്ടെങ്കിലും ചെയ്യിക്കുമെന്നുള്ളതല്ല, നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുമെന്നുള്ളതാണ് വചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത്. കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ മറ്റൊരു ട്രാൻസ്ലേഷനിൽ ഈ 2-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെയാണ് കിടക്കുന്നത്: They were all filled and equipped with the Holy Spirit. They were all filled and equipped with the Holy Spirit. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും അവർ സജ്ജരാവുകയും ചെയ്തു. ആത്മാവിൽ അവർ സജ്ജരായി. നമുക്കറിയാം, എക്വിപ്പ് എന്നുള്ള വാക്കിന് സജ്ജമാക്കുക, തയ്യാറാക്കുക എന്നുള്ള വാക്കാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എന്തിനാണ് വന്നത്? നമ്മളെ രൂപാന്തരപ്പെടുത്താനാണ് വന്നത്, നമ്മളെ ശക്തിപ്പെടുത്താനാണ് വന്നത്, നമ്മളെ വ്യത്യസ്തരാക്കാൻ വേണ്ടിയാണ് വന്നത്. അതേപോലെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ദൈവ പദ്ധതികൾക്ക് വേണ്ടി നമ്മളെ സജ്ജമാക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ഡയമെൻഷൻസ് ഒരുപാടാണ്, അഭിഷേകത്തിന്റെ സാധ്യതകൾ ഒരുപാടാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ സാധ്യതകളെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നമ്മൾ പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളോട് എതിർത്ത് നിൽക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അതിന് അതിർവരമ്പുകളെ നിശ്ചയിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അകത്തും കുടുംബങ്ങളുടെ അകത്തും വിടുതലുകൾ നടക്കാത്തത്. എവിടെ പരിശുദ്ധാത്മാവിനോട് ആളുകൾ എതിർത്ത് നിൽക്കുമോ അവിടെ നമുക്ക് കാണാം, അങ്ങനെയുള്ള സഭകൾക്കകത്തേക്ക്, അങ്ങനെയുള്ള കുടുംബങ്ങളുടെ അകത്തേക്ക് റിബല്യസ് സ്പിരിറ്റുകൾ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ള വീടിനകത്തേക്ക് കലഹങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം പരിശുദ്ധാത്മാവ് മാറി നിൽക്കുമ്പോൾ മറ്റുള്ള സ്പിരിറ്റുകൾ വന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. ദൈവത്തോടുള്ള മറുതലിപ്പുണ്ടാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനോടുള്ള മറുതലിപ്പുണ്ടാകുമ്പോൾ അവിടെ മറ്റ് ദുരാത്മ ശക്തികൾ വന്ന് കീഴ്പ്പെടുത്തുകയാണ്, കുടുംബങ്ങളെ കീഴ്പ്പെടുത്തുകയാണ്, തലമുറകളെ കീഴ്പ്പെടുത്തുകയാണ്, സഭകളിൽ മറ്റുള്ള ആത്മാക്കൾ ഭരണങ്ങൾ നടത്തുകയാണ്, സഭകളെ ഭിന്നിപ്പിക്കുകയാണ്, വിശുദ്ധിക്ക് പകരം അശുദ്ധിയെ കൊണ്ടുവരികയാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെടുന്ന ഒരു ജീവിതം, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തിപ്പെടുന്ന ഒരു ജീവിതം, അതൊരിക്കലും തകരപ്പെടുകയില്ല. അത് മേൽക്കുമേൽ ജയം പ്രാപിക്കുകയും പണിതുകൊണ്ട് അത് ദൈവത്താലുള്ള പണി നിമിത്തം ഓരോ ദിവസവും ഉയർച്ച പ്രാപിക്കുകയും ചെയ്യും. അതാണ് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ വ്യത്യസ്തരായിട്ട് മാറും. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്നും തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് വരും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ
ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് വരും. അത് ഒഴുകും, നദികൾ ഒഴുകും. അല്ലെങ്കിൽ ഒരു നദി എന്നല്ല, നദികൾ ഒഴുകുമെന്നാണ് വചനം പറയുന്നത്. ഇവിടുത്തെ ഈ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വിശ്വാസം. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവരാജ്യത്തിന്റെ അകത്ത് ഒരു പ്രധാന കറൻസിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. കാരണം ദൈവരാജ്യത്തിന്റെ അകത്ത് ട്രാൻസാക്ഷനുകൾ നടക്കുന്നത്, എക്സ്ചേഞ്ചുകൾ നടക്കുന്നത്, പകർച്ചകൾ നടക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. ഇവിടെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വിമർശിക്കുന്നവന്റെ ഉള്ളിൽ നിന്നല്ല പറയുന്നത്, എതിർത്ത് നിൽക്കുന്നവന്റെ ഉള്ളിൽ നിന്നല്ല പറയുന്നത്, പിറുപിറുക്കുന്നവന്റെ ഉള്ളിൽ നിന്നല്ല പറയുന്നത്, കലഹിക്കുന്നവന്റെ ഉള്ളിൽ നിന്നല്ല പറയുന്നത്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന, പരദൂഷണം പറയുന്നവരുടെ ഉള്ളിൽ നിന്നല്ല പറയുന്നത്, അസൂയുള്ളവരുടെ ഉള്ളിൽ നിന്നല്ല പറയുന്നത്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ദൈവമക്കളെ, ഈ രാത്രി നിങ്ങൾ വിശ്വാസത്താലാണ് ഇവിടെ ഇരിക്കുന്നത്, വിശ്വാസത്താലാണ് ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്ന, തിരുവെഴുത്തുകളിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ അകത്ത് നിന്നും തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകും, നദികൾ ഒഴുകും. ഈ നമ്മുടെ അകത്തേക്ക് വരുന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ അകത്തേക്ക് വരുന്നത് നമുക്ക് വേണ്ടിയാണ്. എന്നാൽ നമ്മളിൽ നിന്ന് ഒഴുകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതല്ലേ നമ്മൾ ആദ്യം കേട്ടു, they were all filled. അവരെല്ലാവരും ആത്മാവിനാൽ നിറയപ്പെട്ടു. അവരുടെ മുഴു ബീയിങ്ങും പരിശുദ്ധാത്മാവിനാൽ ഡിഫ്യൂസ്ഡ് ആയി. എന്നാൽ ഇവിടെ പറയുന്നു, പിന്നെ ഒരു നദി ഒഴുകുന്ന അനുഭവം എന്ന് പറയുന്നത് ഒരു ഓവർഫ്ലോയുടെ അനുഭവമാണ്. അകത്ത് നിറയപ്പെട്ടത് പുറത്തേക്ക് ഒഴുകും. അകത്ത് നിറയപ്പെടുന്നത്, അകത്ത് വ്യാപരിക്കുന്നത് പുറത്തേക്ക് ഒഴുകും. നിങ്ങളുടെ അകത്തേക്ക് ഒരു സമയം വരെ നിങ്ങൾ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പുറത്തേക്ക് ഒഴുകുന്ന ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത് നിങ്ങളെ സജ്ജമാക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ എക്യുപ്പ് ആക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യാൻ വേണ്ടിയാണ്, നിങ്ങളെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് പുറത്തേക്ക് ഒഴുകുന്നത് അത് മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടിയാണ്, അത് ദേശങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ്, അത് പട്ടണങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ്, അത് കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ്. ഈ രാത്രി ഞാൻ ആരോടൊക്കെയോ ഈ രാത്രിയിൽ പ്രവചിക്കുകയാണ്, ഇതുവരെ പ്രാപിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ, എന്നിൽ കൂടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ ഇരുന്ന ചിലരോട് ഈ രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. നിങ്ങളുടെ അകത്തു നിന്ന് നദികൾ ഒഴുകാൻ പോകുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ചിലർ മാറ്റപ്പെടാൻ പോകുകയാണ്. ഈ ഉപവാസത്തിന്റെ അകത്ത് അത് സംഭവിക്കട്ടെ. നിങ്ങൾ പ്രാപിച്ചത് നിങ്ങളിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് മറ്റുള്ളവർക്ക് ഒരു വിടുതലായി, മറ്റുള്ളവർക്ക് സൗഖ്യമായി. താങ്ക് യു ലോർഡ്. ദൈവത്തിന്റെ സൗഖ്യം പുറത്തേക്ക് ഒഴുകാനുള്ള ഒരു ചാനലായി നിങ്ങളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സുവിശേഷം ഒഴുകുവാനുള്ള ഒരു ചാനലായി നിങ്ങളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവന്റെ അഭിഷേകത്തിന്റെ ശക്തി പുറത്തേക്ക് ഒഴുകുവാനുള്ള ഒരു ചാനലാക്കി നിങ്ങളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവൻ ദൈവത്തിന്റെ വിടുവിക്കുന്ന ശക്തി, ഹീലിംഗ് പ്രസൻസ് നിങ്ങളിൽ നിന്ന് ഒഴുകുവാൻ ദൈവം, നിങ്ങളിലൂടെ ഒഴുകുവാൻ തക്കവണ്ണം നിങ്ങളെ ഒരു ചാനലാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അനേകർ സമാധാനം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ സമാധാനം ഒഴുകുന്ന ഒരു ചാനലാക്കി നിങ്ങളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് ഈ രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവരെല്ലാവരും കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. Hallelujah. Thank you, Lord. Praise God. അപ്പോൾ ഈ ഒഴുകുന്ന അനുഭവം എന്ന് പറയുന്നത് ഒരു ജീവന്റെ അനുഭവമാണ്, അല്ലെ? ഈ ഒഴുക്കില്ലാത്തടത്ത് നമ്മൾ പറയും അവിടെ ഒരു ജീവനില്ല എന്ന് പറയും. ഏതെങ്കിലും ഒരു കൂട്ടായ്മയില്, ഏതെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് പോയിട്ട് അവിടെ ഒരു ആത്മാവിന്റെ ചലനമില്ലെങ്കിൽ നമ്മൾ പറയും ഒരു ജീവനില്ലാത്ത മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത പ്രാർത്ഥനയാണ്. ചിലരുടെ ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ അനേകർ പറയാറുണ്ട് ഒരു ജീവനില്ലാത്ത ശുശ്രൂഷയാണ്. കാരണം അതിനകത്തൊരു ചലനമില്ല, ഒരു പ്രവാഹമില്ല. എവിടെ ചലനമുണ്ടോ, എവിടെ ഒരു ഒഴുക്കുണ്ടോ, അതൊരു ജീവന്റെ അടയാളമാണ്. പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ ഒരു ഒഴുക്കുണ്ട്. പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ ചലനമുണ്ട്. എവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടോ അവിടെ ഈ കെട്ടിക്കിടക്കുന്ന സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക് പകരം അവിടെ ഒഴുകുന്ന അനുഭവമാണ്, അവിടെ ചലിക്കുന്ന അനുഭവമാണ്. ഈ രാത്രി ചലിക്കുന്ന പ്രാണികൾ,
ഹല്ലേലൂയ. ചലിക്കുന്ന നദി, ഒഴുകുന്ന നദി, അതാണ് ദൈവം നമ്മളിൽ കൂടെ പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ശുശ്രൂഷ ഒരു ചലനമുണ്ടാക്കുന്ന ശുശ്രൂഷയാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഒരു ചലനമുണ്ടാക്കുന്ന പ്രാർത്ഥനയാകട്ടെ. ജീവനെ കൊണ്ടുവരുന്നതാകട്ടെ. നിങ്ങളുടെ കുടുംബം ഒരു ജീവനെ കൊണ്ടുവരുന്നതാകട്ടെ, ജീവനെ വെളിപ്പെടുത്തുന്നതാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ആരാധനകൾ, നമ്മുടെ ഉപവാസങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ ജീവനെ കൊണ്ടുവരുന്നതാകട്ടെ, ജീവനെ വെളിപ്പെടുത്തുന്നതാകട്ടെ, ആത്മപ്രവാഹത്തെ ഉണ്ടാക്കുന്നതാകട്ടെ, ആത്മാവിന്റെ ചലനത്തെ വെളിപ്പെടുത്തുന്നതായി മാറട്ടെ. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ചലനം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്, എസെക്കേൽ പ്രവചനം 47 അധ്യായം അതിന്റെ 3 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ചലിക്കുന്ന നദിയുണ്ടല്ലോ, സിംഹാസനത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു നദിയുണ്ട്. അവിടെ ചലനമുള്ളിടത്ത് സംഭവിക്കുന്നത്, അവിടെ ഇരുകരയിലും എന്തുണ്ട്? വൃക്ഷങ്ങളുണ്ട് അല്ലെ. ആ ചലിക്കുന്ന നദിയുടെ ഇരുകരയിലും എന്തുണ്ട്? വൃക്ഷങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടെ വെള്ളം പഥ്യമായിട്ട് മാറും. ഈ ചലിക്കുന്ന ഇതിനകത്ത് വെള്ളം പഥ്യമായിട്ട് മാറും. അത് ഹീലിങ്ങിനെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടെ ചലിക്കുന്ന പ്രാണികളുണ്ട്, ജീവനെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ വളരെ മത്സ്യമുണ്ട്, അഭിവൃദ്ധിയെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ സകലവും ജീവിക്കുമെന്ന് പറയുന്നത്, ഇത് ഒഴുകിപ്പോകുന്നിടത്തൊക്കെയും സകലതും ജീവിക്കും. അതാണ് ഈ ദൈവസാന്നിധ്യത്തിന്റെ പ്രത്യേകത, ആത്മപ്രവാഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് എവിടെ ഒഴുകിപ്പോയാലും അവിടെ ജീവൻ ഉണ്ടാകും. ഇത് ജീവനില്ലാത്ത ഒരിടത്തോട് ഇത് ഒഴുകിപ്പോയി കഴിഞ്ഞാൽ അവിടെ ജീവൻ ഉണ്ടാകും. ഹല്ലേലൂയ. അഭിഷേകമുള്ള ഒരു വ്യക്തി ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ ജീവൻ ഉണ്ടാകും. അഭിഷേകമുള്ള ഒരു വ്യക്തി ഒരു ദേശത്ത് ചെന്നാൽ, ഒരു സഭയിൽ ചെന്നാൽ അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവൻ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ അകത്ത് ജീവനുള്ള ഒരു അഭിഷേകമാണ് ദൈവം പകർന്നിരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ജീവിക്കുന്ന ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് ജ്ഞാനമുണ്ട്. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് വിടുതലുണ്ട്. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സൗഖ്യമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം വഹിക്കുന്ന കുടുംബങ്ങളുടെ അകത്ത് സ്വർഗീയ സമാധാനമുണ്ട്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത്, നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് നമ്മുടെ അന്തരീക്ഷത്തെ അത് ചേഞ്ച് ചെയ്യും. നമ്മളൊരു സഭയിലേക്കും കൂട്ടായ്മയിലേക്കും ചെന്ന് പാടി തുടങ്ങി ആ വർഷിപ്പൊക്കെ ഒന്ന് അതിന്റെ ഒരു ശക്തിയിൽ വരുമ്പോൾ മാറുന്നതല്ല അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ളിടത്ത്, ദൈവസാന്നിധ്യം ഉള്ളിടത്ത് എപ്പോഴും ആ ഒരു അന്തരീക്ഷം ഉണ്ടാകും. ഹല്ലേലൂയ. സഭയിൽ ആരാധനയിൽ അനുഭവിക്കുന്ന അതേ ദൈവസാന്നിധ്യം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ അതിലും ശക്തമായ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ വീടുകൾക്കകത്ത് അതിലും ശക്തമായ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ കിച്ചണിലായിരിക്കുമ്പോൾ, വാഷ്റൂമിലായിരിക്കുമ്പോൾ, വാഹനത്തിലായിരിക്കുമ്പോൾ, എവിടെയാണെങ്കിലും ഈ പ്രസൻസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം ഈ പ്രസൻസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നതല്ല. ഈ പ്രസൻസ് നമ്മുടെ അകത്ത് പകരപ്പെട്ടതാണ്. വചനം പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. വചനം പറയുന്നു, അവൻ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ശക്തിയുടെയും ബലത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ശക്തിയുടെയും ബലത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ പ്രാപിച്ചവർ ഈ ദിവസങ്ങളിൽ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുന്നേറണം. ഹല്ലേലൂയ. നമ്മൾ ആ ഒരു മെസ്സേജിന്റെ മെയിൻ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നത് ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ വേണ്ടി മാത്രമല്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നത് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ പ്രവചിക്കാൻ വേണ്ടി മാത്രമല്ല, അത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല. നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് നമ്മളെ നിത്യതയോളം നടത്തുന്ന സകല സത്യത്തിൽ നമ്മളെ നടത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ കുറിച്ച് പഠിക്കുന്നതും പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും വളരെ നല്ലതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി അറിയുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ ആ കാതലായ മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ, നിലനിൽക്കുന്നതായിട്ടുള്ള ചില ദൈവപ്രവർത്തികളിലേക്ക് നമ്മൾ പോകണമെങ്കിൽ, നിലനിൽക്കുന്നതായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി അറിയണം. എങ്ങനെ അഭിഷേകം പ്രാപിക്കാമെന്ന് പറഞ്ഞ്
നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെ അഭിഷേകം പ്രാപിച്ച് അഭിഷേകത്തിൽ മുന്നേറാമെന്ന് പറഞ്ഞൊരു മെസ്സേജ് പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ അതൊരു ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഉണ്ടാക്കുകയില്ല, അല്ലെങ്കിൽ ഒരു നിലനിൽക്കുന്ന മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. എങ്ങനെ ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന വ്യക്തിയുമായി നമുക്ക് ബന്ധപ്പെടാം? ദാനങ്ങളെക്കാൾ ഉപരിയായി എങ്ങനെ ദാതാവിനെ നമുക്ക് സ്നേഹിക്കാം? ദാനങ്ങളെക്കാൾ ഉപരിയായി എങ്ങനെ ദാതാവിന്റെ കൂടെ നമുക്ക് നടക്കാം? അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസ്, നമുക്കറിയാം, നമ്മുടെ സഭാപ്രാർത്ഥനകളും കൂട്ടായ്മകളെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു നിർത്തുമ്പോൾ പറയാറുണ്ട്, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും, ദ ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ ഈ ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ചില വ്യക്തികളുമായി ബന്ധപ്പെടുന്നതാണ്, അല്ലെ? ജീവനുള്ള ചില വ്യക്തികളുമായി കണക്റ്റഡ് ആക്കുന്നതാണ് ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വചനത്തിൽ കൂടെ മനസ്സിലാക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ കേൾക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങുകളെ, നടത്തിപ്പുകളെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവ് ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒരു വ്യക്തിയോട് സെൻസിറ്റീവ് ആകണമെങ്കിൽ ആ വ്യക്തിയുടെ നേച്ചർ, സ്വഭാവം നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മള് ഒരു 3 ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതിന്റെ നടുവിലേക്ക് ഒരു വ്യക്തി പുതുതായിട്ട് വരികയാണ്. ആ വ്യക്തിയെ അവിടെയുള്ള 2 ഫ്രണ്ട്സിന് അറിയാം, എന്നാൽ ഒരു ഫ്രണ്ടിന് ഈ വന്ന ആളിനെ അറിയത്തില്ല. ആൾ ഇച്ചിരി വ്യത്യസ്തനാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവം ഇച്ചിരി വ്യത്യസ്തമാണ്. അപ്പോൾ ഈ വന്ന ഫ്രണ്ടുമായിട്ട്, ഈ 4ാമത് വന്ന വ്യക്തിയുമായിട്ട് എല്ലാവരും സംസാരിച്ചു തുടങ്ങി. എന്നാൽ അത്ര പരിചയമില്ലാത്ത 2 വ്യക്തികളും ഇദ്ദേഹത്തോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ ചില കളിതമാശകൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ പുതുതായി വന്ന വ്യക്തിയെ നല്ലവണ്ണം അറിയാവുന്ന 2 വ്യക്തികളും ഈ 3ാമതുള്ള സുഹൃത്തിനോട് പറഞ്ഞു, സുഹൃത്തെ, ഈ പുള്ളി വളരെ സെൻസിറ്റീവാണ്. ഇങ്ങനെയുള്ള തമാശകൾ പറഞ്ഞാൽ ആള് ചൂടാകും, രംഗം വഷളാകും. അതുകൊണ്ട് അദ്ദേഹത്തോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല, അദ്ദേഹം വളരെ സെൻസിറ്റീവാണ്. ആ നേച്ചർ അറിയാവുന്ന, ആ വന്ന വ്യക്തിയുടെ നേച്ചർ അറിയാവുന്നവർക്ക് ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമ്മളൊരു വ്യക്തിയുടെ നേച്ചർ അറിയുമ്പോൾ മാത്രമേ അദ്ദേഹത്തോട് സെൻസിറ്റീവ് ആകാൻ പറ്റത്തുള്ളൂ, ആ വ്യക്തിയോട് സെൻസിറ്റീവ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നേച്ചർ, പരിശുദ്ധാത്മാവ് ആരാണെന്ന്, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന്, പരിശുദ്ധാത്മാവിന്റെ ശൈലികൾ എന്തൊക്കെയാണ്, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ചലിക്കുന്നത്, ഇത് മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്ക് പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവ് ആകാൻ കഴിയില്ല. പലരും വിചാരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കേവലം ഒരു ശക്തിയാണ്. കാറ്റുപോലെ, തീ പോലെ, വെള്ളം പോലെ ഒക്കെ വരുന്ന, അല്ലെങ്കിൽ പ്രാവിനെ പോലെ വരുന്ന ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവെന്നാണ് പലരും, ഇവൻ വിശ്വാസികളും അഭിഷേകമുള്ളവർ പോലും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ വചനം പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യക്തിയായിട്ടാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ശക്തിയല്ല. പരിശുദ്ധാത്മാവ് ശക്തനാണ്, പരിശുദ്ധാത്മാവ് ശക്തിയെ പകരുന്നവനാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് തീയായിട്ട് വെളിപ്പെടാറുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് തീയല്ല, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് പ്രാവിന്റെ രൂപത്തിൽ വെളിപ്പെടുവാൻ കഴിയും, പരിശുദ്ധാത്മാവിനെ കാറ്റായി വെളിപ്പെടുവാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കാറ്റുമല്ല, പ്രാവുമല്ല, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. പിതാവിനെ പോലെ, പുത്രനെ പോലെ തന്നെ സ്വീകരിക്കപ്പെടേണ്ടുന്ന, മാനിക്കപ്പെടേണ്ടുന്ന, ആരാധിക്കപ്പെടേണ്ടുന്ന ഒരു ദൈവമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. മതി, ഞാൻ ചില വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം, കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അതിനകത്ത് ആ പരിശുദ്ധാത്മാവിനെ യേശു പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ലൈഫ് ചേഞ്ചിങ് ആണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൈഫ് ചേഞ്ചിങ് ആണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ കൃപയാൽ
രക്ഷിക്കപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം എന്റെ ലൈഫിൽ ഉണ്ടായി. കർത്താവിനെ സാക്ഷിക്കാനുള്ള കൃപ ലഭിച്ചു. എന്നാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഇന്റിമസി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ആ പ്രസൻസിന്റെ ആ ഒരു റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്റെ ലൈഫിന്റെ അകത്ത് ഒത്തിരി, എന്റെ മിനിസ്ട്രിക്ക് അകത്ത് ഒത്തിരി, എന്റെ പ്രയർ ലൈഫിന്റെ അകത്ത് ഒത്തിരി ചേഞ്ചസിനെ അത് കൊണ്ടുവന്നു. ഇവിടെ ഞാൻ അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അകത്തേക്ക് ഈ ഒരു വിത്തിനെ ഇട്ടു തരുമ്പോൾ ഇതിന്റെ അകത്ത് നിന്നും ദൈവത്തിന് പ്രയോജനപ്പെടുത്തേണ്ടുന്ന ചിലർ എഴുന്നേറ്റ് വരികയും അവർ ഈ ഒരു സത്യത്തിന്റെ അകത്ത് ചലിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിലൂടെ അനേക ദിവസങ്ങളിൽ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ കാര്യസ്ഥനാണ്. പരിശുദ്ധാത്മാവ് എന്താണ്? കാര്യസ്ഥനാണ്. പരിശുദ്ധാത്മാവ് വരുന്നത് അവൻ പിതാവിന്റെ അടുക്കൽ നിന്നാണ്. പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്. പരിശുദ്ധാത്മാവ് പിതാവിന്റെ അടുക്കൽ നിന്നാണ് വരുന്നത്. അതേപോലെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് സത്യത്തിന്റെ ആത്മാവാണ്. അവൻ സത്യത്തിന്റെ ആത്മാവാണ്. അതുപോലെ തന്നെ അവൻ വരുമ്പോൾ, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചോ, അവൻ വരുമ്പോൾ. അത് വരുമ്പോൾ എന്നല്ല, ഒരു ശക്തിയാണെങ്കിൽ പറഞ്ഞതിനെ അത് വരുമ്പോൾ. ഇവിടെ പറയുന്നു, അവൻ വരുമ്പോൾ എന്നെ കുറിച്ച് അവൻ സാക്ഷ്യം പറയും. യേശു പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യക്തിയായിട്ടാണ്. അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണെന്ന് വളരെ വ്യക്തമായി യേശു നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം അവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നവനാണ്. വീണ്ടും അവൻ എന്നുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും പറയുന്നു, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവനാണ്. പരിശുദ്ധാത്മാവ് പിതാവിങ്കിൽ നിന്ന് വരുന്നവനാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നവനാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് കേൾക്കുന്നത് മാത്രമേ സംസാരിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഇത് ചെയ്യുമ്പോൾ എല്ലാം പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അവൻ ഈ ഒരു വാക്യത്തിൽ തന്നെ 3 പ്രാവശ്യം അവൻ എന്നുള്ള വേർഡാണ് യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയോട് ഇടപെടുന്നത് പോലെ, ഒരു ഏതെങ്കിലും ഒരു ശക്തി എന്റെ മേൽ വരുമ്പോൾ എന്തെങ്കിലും സംഭവിക്കണമെന്നല്ല. ഞാൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഫെലോഷിപ്പിന്റെ അകത്ത്, ബന്ധത്തിന്റെ അകത്ത് നടക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ രാത്രിയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം മാറും. ഈ ഫെലോഷിപ്പ് എന്നുള്ള വാക്ക് എന്താണ്? നമുക്ക് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ കഴിയും. നമുക്ക് പരിശുദ്ധാത്മാവിനോട് നമ്മുടെ ഹൃദയ രഹസ്യങ്ങളെ പറയാൻ കഴിയും. നമുക്ക് പരിശുദ്ധാത്മാവിനോട് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആകുലതകളെ പറയുവാൻ കഴിയും. നമ്മുടെ സ്ട്രഗിൾസിനെ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും. പരിശുദ്ധാത്മാവിനോട് നമുക്ക് സംസാരിക്കാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ മുൻപിൽ പോയി എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു റെസ്പോൺസും ഇല്ലാതെ, ഒരു റെസ്പോൺസും കേൾക്കാതെ തിരിച്ചു പോകേണ്ട അനുഭവമല്ല നമ്മൾക്കുള്ളത്. ഓരോ പ്രാവശ്യം ആ പ്രസൻസിലേക്ക് വരുമ്പോഴും നമ്മളോട് തിരിച്ച് സംസാരിക്കുന്ന ജീവനുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് അനുഭവമുണ്ട്? ഞാൻ വളരെ ഭാരത്തോടായിരുന്നു മീറ്റിംഗിൽ വന്നത്, എന്നാൽ ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ വളരെ ഭാരത്തോടെയാണ് ഇന്നത്തെ ചർച്ച് മീറ്റിംഗിൽ കയറിയത്, ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ വളരെ
ഭാരത്തോടാണ് പ്രാർത്ഥിക്കുവാൻ കയറിയത്. എന്നാൽ ആ 15 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് ആ പ്രെയർ ടൈം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. നാളത്തെ വിഷയത്തെ പറ്റി ഞാൻ വളരെ വെറീഡ് ആയിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ദൈവം ആ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. ദൈവം ആ ഒരു പാട്ടിലൂടെ എന്നോട് സംസാരിച്ചു. ദൈവം ആ ദാസനിലൂടെ എന്നോട് സംസാരിച്ചു. ദൈവം ഒരു ദാസിയിലൂടെ എന്നോട് സംസാരിച്ചു. ഈ ഒരു അനുഭവം ഇല്ലാത്തവർ ആരും കാണത്തില്ല. കാരണം നമ്മുടെ ദൈവം എന്ന് പറയുന്നത് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അവൻ നമ്മളോട് സംസാരിക്കും, നമ്മളിലൂടെ സംസാരിക്കും. പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കും, എന്നിലൂടെ സംസാരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഇതുവരെയും നമുക്ക് വേണ്ടി കേട്ടുകൊണ്ടിരുന്ന ഒരു അനുഭവമാണെങ്കിൽ ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഉയരണം. എനിക്ക് വേണ്ടി കേൾക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിത ഭാരത്തെ കുറിച്ച് ദൈവം സംസാരിക്കണം. ഈ ഒരു അനുഭവത്തിൽ മാത്രം പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകത്തില്ല. നമ്മൾ എന്നും ശിശുവായി തുടരും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക മാത്രമല്ല, എന്നിലൂടെയും സംസാരിക്കുന്ന, മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിൽ എന്നെ വളർത്തണമേ എന്ന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമ്മൾ കേട്ടത്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്നും തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നമ്മൾ പ്രാപിക്കുക മാത്രമല്ല, നമ്മളിൽ നിന്ന് ഒരു പുറത്തേക്ക് ഒഴുകുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഈ ഫാസ്റ്റിംഗ് പ്രയർ നമ്മളുടെ കേവലം ചില വിഷയങ്ങൾക്ക് വേണ്ടിയും ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി മാത്രം കരഞ്ഞ് അതിനുവേണ്ടി മാത്രം കാത്തിരുന്ന് ഇത് അവസാനിക്കുകയാണെങ്കിൽ ഇതിനൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഫാസ്റ്റിങ്ങിനകത്ത് ചില വിഷയങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ കഴിയും, അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനും അപ്പുറമായിട്ടും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരുക എന്നുള്ളതാണ്. ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ വളരുക, ഫെലോഷിപ്പിൽ വളരുക, ആ ഇന്റിമസിയിൽ വളരുക. ദൈവം എന്നെ ഉപയോഗിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതം മാറണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ സാന്നിധ്യത്തിലായിരിക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ഈ രാത്രിയിൽ മുതൽ നിങ്ങളൊരു വ്യക്തി എന്ന വണ്ണം സംസാരിച്ചു തുടങ്ങുക. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് സങ്കല്പിച്ചാട്ടെ. നമ്മുടെ കൂടെ ഒരു വ്യക്തി ഇരിക്കുകയാണ്. നമ്മൾ തനിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ വളരെ സ്പെഷ്യലായ ഒരു വ്യക്തി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്? അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും പറയുന്നത്? നമ്മുടെ ശൈലികൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ മാനറിസം എന്തൊക്കെയായിരിക്കും? നമ്മുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കും? നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുമോ? അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഫോൺ വിളിച്ച് സംസാരിക്കുമോ? നമ്മുടെ കൂടെ ഒരു വ്യക്തി ഉള്ളപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും, നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. വചനം പറയുന്നത് ഡോണ്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതുപോലെ പറയുന്നത് ഡു നോട്ട് ക്വെൻച്ച് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്. ഈ കെടുത്തിക്കളയരുതെന്നുള്ള ഒരു പദം പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു ശക്തി മാത്രമായിരുന്നെങ്കിൽ ദുഃഖിപ്പിക്കരുതെന്നൊരു വാക്ക് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ വീട്ടിലെ കറണ്ടിനെ, വാട്ടറിനെ ദുഃഖിപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ വീട്ടിലെ സ്റ്റൗവിലുള്ള ഫയറിനെ നിങ്ങൾക്ക് ദുഃഖിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരുന്നെങ്കിൽ അതിനെ നമുക്ക് ദുഃഖിപ്പിക്കാൻ കഴിയത്തില്ല. നമുക്കൊരിക്കലും കാറ്റിനെ ദുഃഖിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഒരു വ്യക്തിയെ നമുക്ക് ദുഃഖിപ്പിക്കാൻ കഴിയും. ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ആരോടെങ്കിലും ഞാനിപ്പോൾ ഒരു ഹേർട്ട്ഫുൾ ആയിട്ടൊരു വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ദുഃഖിപ്പിക്കാൻ കഴിയും. കാരണം നിങ്ങളൊരു വ്യക്തിയാണ്. നമ്മുടെ അടുത്തിരിക്കുന്ന ആളോട് നമ്മൾ ആവശ്യമില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ ആ വ്യക്തിയെ നമുക്ക് ദുഃഖിപ്പിക്കാൻ കഴിയും, ഹേർട്ട് ചെയ്യുവാൻ കഴിയും. കാരണം ഫീലിങ്സ് ഉള്ള, ഇമോഷൻസ് ഉള്ള, ചിന്തകളുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്, നമ്മുടെ അനുസരണക്കേടുകൾ കൊണ്ട്, നമ്മുടെ പക്വതക്കേടുകൾ കൊണ്ട്, നമ്മുടെ ലേസി ആയിട്ടുള്ള സ്വഭാവം കൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ കഴിയും. ദൈവഹിതത്തിന് വിരുദ്ധമായി നമ്മൾ സംസാരിക്കുമ്പോൾ, ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മുടെ അകത്ത് അസൂയയും പിണക്കവും വ്യാപരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് വചനം വ്യക്തമായി പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന് എന്താണ് ഇഷ്ടമെന്നുള്ളത്
നമ്മൾ മനസ്സിലാക്കുന്നത് വചനത്തിലൂടെയാണ്. ആ ഒരു വ്യക്തിയുമായി നിരന്തരമായ ഒരു ബന്ധത്തിൽ വളരുമ്പോൾ മാത്രമേ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഹല്ലേലൂയ. നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന് ചായയാണോ കോഫിയാണോ ഇഷ്ടം, മധുരം കൂടുതൽ വേണോ മധുരം കുറവ് വേണോ, ഏത് സമയത്താണ് ഇത് കുടിക്കുന്നതെന്ന് നമുക്ക് ബന്ധമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാ ബന്ധങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ അറിയുവാനുള്ള ഒരു പ്രധാന മാർഗമാണ് കമ്മ്യൂണിക്കേഷൻ. ആ വ്യക്തിയുമായി സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആ പ്രസൻസിന്റെ അകത്ത് വന്നിട്ട് നമ്മൾ പരിശുദ്ധാത്മാവുമായി നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവുമായി ഫെലോഷിപ്പിലാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഗ്രീവ് ചെയ്തത്, എവിടെയാണ് ദുഃഖിപ്പിച്ചത്, അത് മനസ്സിലാക്കി ആ ബന്ധത്തിലേക്ക് നമ്മൾ ക്ഷമ പറഞ്ഞുകൊണ്ട് യേശുവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചു. ഒരുപക്ഷെ നമ്മുടെ പാപ സ്വഭാവങ്ങളായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ പിന്മാറ്റ അനുഭവങ്ങളായിരിക്കാം, അനുസരണക്കേടുകളായിരിക്കാം, വിധേയത്വമില്ലായ്മയായിരിക്കാം. എവിടെയാണോ ഞാൻ വചനത്തിന് വിരുദ്ധമായി ചലിച്ചത്, അത് മനസ്സിലാക്കി തിരിച്ചു വരുവാൻ തയ്യാറാണെങ്കിൽ ഈ രാത്രിയിൽ മുതൽ ഒരു പുതിയ ബന്ധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഇവിടെ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വീണ്ടും 1 കൊരിന്ത്യർ ലേഖനം 12:3 വായിക്കുന്നു, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ സംസാരിക്കുന്നവന് മാത്രമേ യേശുവിനെ ഏറ്റുപറയാൻ കഴിയത്തുള്ളൂ. അപ്പൊ യേശുവിനെ ഏറ്റുപറയുന്നവൻ ദൈവത്തിന്റെ ആത്മാവുള്ളവനാണ്. പരിശുദ്ധാത്മാവിന് ഈ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 12:11 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കും പോലെ കൃപാവരങ്ങളെ പാർന്നു കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന് എന്താണ്? ഒരു ഇച്ഛയുണ്ട്. ഹി ഹാസ് എ വിൽ. പരിശുദ്ധാത്മാവിന് ഇച്ഛകളുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുതെന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദുഃഖിപ്പിക്കുവാൻ കഴിയും. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കൂടുതലായി അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഞാൻ ആദ്യം അതാണ് ഓർമ്മിപ്പിച്ചത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വരുമ്പോൾ, ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വരുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ വളരെ വ്യക്തമായി സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ തള്ളിപ്പറഞ്ഞ മനുഷ്യനാണ്. ഒരു നിമിഷത്തേക്കെങ്കിലും താൻ യേശുവിനെ കൂടെ നടന്ന സ്വന്തം നാഥനെ തള്ളിപ്പറഞ്ഞ ആളാണ് പരിശുദ്ധാത്മാവ്. പത്രോസ്. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ച മാറ്റം, താൻ ആരെ തള്ളിപ്പറഞ്ഞോ അവന് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുവാൻ തയ്യാറായി. അപ്പോൾ എത്ര വലിയ മാറ്റമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. പൗലോസ്, നമുക്കറിയാം, സഭയെ കൊന്നു മുടിച്ചു നടന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ അവൻ ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ വന്നു കഴിഞ്ഞപ്പോൾ, യേശുവുമായ ഒരു എൻകൗണ്ടർ നടന്നു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയിൽ സംഭവിച്ചത്, ആ യേശുവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായ, യേശുവിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായ ഒരു അപ്പസ്തോലനായി പൗലോസ് മാറുകയാണ്. ഒരു കൊലപാതകിയിൽ നിന്ന് ഒരു അപ്പസ്തോലനായി മാറുകയാണ്. ദൈവത്തിന് കൊണ്ടുവരാൻ കഴിയുന്ന ട്രാൻസ്ഫോർമേഷൻ എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തെ രക്ഷിക്കപ്പെടാത്ത ആ ഒരു വ്യക്തി, എനിക്ക് തോന്നുന്നില്ല പൗലോസോളം ഭീകരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ പത്രോസിനോളം എതിർത്ത് നിന്നൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തെ ഈ രാത്രിയിൽ ആ രക്ഷിക്കപ്പെടാത്ത ആ ഒരു വ്യക്തിയെ പൗലോസിനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുമെങ്കിൽ, പത്രോസിനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ ട്രാൻസ്ഫോം ചെയ്യുവാൻ എത്രയധികം ഈ പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും പരിശുദ്ധാത്മാവിന് മാറ്റുവാൻ കഴിയും. ഏത് മനുഷ്യനെയും പരിശുദ്ധാത്മാവിന് മാറ്റാൻ കഴിയും. ഏത് മനുഷ്യനെയും പരിശുദ്ധാത്മാവിന് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ഏത് അസാധ്യതകളെയും സാധ്യമാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും.
യേശുവിന്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് ആവശ്യമായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമുക്ക് പരിശുദ്ധാത്മാവിന് എത്രയോ ആവശ്യമാണ്. ഈ രാത്രി ദൈവമക്കളോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഇതാണ്: നിങ്ങൾ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവുമായി ഒരു വലിയ ഫെലോഷിപ്പിലേക്ക് വരിക, ഒരു വലിയ ബന്ധത്തിലേക്ക് വരിക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വ്യത്യാസങ്ങൾ കാണാനിടയായിത്തീരും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ ശുശ്രൂഷാതലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ സ്വഭാവത്തിനകത്ത് വ്യത്യാസം ഉണ്ടാകും. ചിലർ പറയാറുണ്ട്, എന്നെ എനിക്ക് തന്നെ പിടിക്കാറില്ല. അപ്പോൾ സ്വന്തം സ്വഭാവം തന്നെ ചിലർക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവരെ പോലും മാറ്റുവാൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. നമ്മുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ അകത്തൊരു റിയൽ ജോയ് വരും, നമ്മുടെ അകത്തൊരു യഥാർത്ഥ സന്തോഷം വരും. നമ്മുടെ മുഖം കാണുന്നവർ പറയും, ഈ വ്യക്തിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഈ വ്യക്തിയുടെ മുഖം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ വ്യക്തിയോട് പോയി സംസാരിച്ചാൽ എനിക്കും കുറച്ച് സമാധാനം കിട്ടും, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ സമാധാനത്തിന്റെ കാരണം എന്താണെന്ന് ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചെങ്കിലും അവർ നിങ്ങളോട് ഒന്ന് സംസാരിക്കും. ഈ കടന്തൽ കുത്തിയതുപോലെ മുഖം ഫുൾ ടൈം മൂടിയായിട്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും നിങ്ങളെ കണ്ടിട്ട് സംസാരിക്കാൻ തോന്നുകയില്ല. എന്നാൽ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ, നിങ്ങൾ സമാധാനത്തോടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും ഇതിനെ വെളിപ്പെടുത്തുവാൻ തയ്യാറാകണം. നിങ്ങൾ പ്രാപിച്ചതിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ തയ്യാറാകണം. വചനം പറയും, നമ്മൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. നമ്മൾ മറ്റുള്ളവർ നമ്മളെ നോക്കി വായിക്കുമ്പോൾ അതിനകത്ത് നിന്ന് യേശുവിനെ അവർ അറിയാനിടയാകും. ഹല്ലേലൂയ. പത്രം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വായിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പത്രമാണ്. നമ്മളെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പത്രമാണ്. നമ്മളെ കാണുന്നവർ യേശുവിനെ വായിക്കണം, നമ്മളെ കാണുന്നവർ യേശുവിനെ അറിയണം, നമ്മളെ കാണുന്നവർ യേശുവിന്റെ ഹല്ലേലൂയ മഹത്വം എന്താണെന്ന് അറിയണം. നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിന്റെ നാമ മഹത്വം എടുക്കണം. നമ്മളെ രക്ഷിച്ച, നമ്മളെ വിടുവിച്ച, നമ്മളെ വിലയ്ക്ക് വാങ്ങിയ യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ പദ്ധതിയെ മറ്റുള്ളവർ അറിയുവാൻ നമ്മുടെ ജീവിതത്തിലൂടെ ഇടയാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു സാക്ഷ്യം കേട്ടിട്ടുള്ളത്, നമുക്കറിയാം അമേരിക്കയില് മിസിസിപ്പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, മിസിസിപ്പി. അവിടെ ഒരു കുടുംബത്തിൽ നല്ലൊരു മാതാവിനും പിതാവിനും ഉണ്ടായ 3 or 4 സഹോദരങ്ങൾ ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ വളർന്നു വന്നൊരു പയ്യൻ, അവന്റെ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളെയും ആ മാതാപിതാക്കന്മാർ കൊടുത്തു. എന്നാൽ കാലം മുൻപോട്ട് പോയപ്പോൾ, കൂട്ടുകാരൊക്കെയായി കോളേജിലൊക്കെ പഠിക്കാൻ പോയപ്പോൾ മയക്കുമരുന്നിന് അവൻ അറിയാതെ ഈ പയ്യൻ അടിമയായി. ഈ മയക്കുമരുന്നിന്റെ അഡിക്ഷൻ കൂടിക്കൂടി വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി കടം മേടിക്കാൻ തുടങ്ങി. കൂട്ടുകാരുടെ നിന്ന് കടം മേടിച്ചു, മറ്റുള്ളവരിൽ നിന്ന് കടം മേടിച്ചു. നമുക്കറിയാം, കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ വരുമ്പോൾ ബന്ധങ്ങൾ കുറയാൻ തുടങ്ങും. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. വീണ്ടും പണമില്ലാതായപ്പോൾ മോഷ്ടിക്കാൻ തുടങ്ങി. മോഷണത്തിൽ പിടിക്കപ്പെട്ടു. ആ വ്യക്തി ജയിലിലായി. ജയിലിൽ നിന്ന് ഈ ചെറുപ്പക്കാരൻ പുറത്തു വന്നിട്ട് വീണ്ടും ഈ ആസക്തി നിമിത്തം വീണ്ടും മോഷ്ടിക്കാൻ തുടങ്ങി. ഈ മോഷണങ്ങൾ വീണ്ടും അദ്ദേഹത്തെ ജയിലിലെത്തിച്ചു. ഫൈനലി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ക്രൈമുകൾ കൂടി ഈ വ്യക്തി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇദ്ദേഹം ജയിലിലായിരിക്കുമ്പോഴാണ്, നമുക്കറിയാം അമേരിക്കൻ ജയിലുകളിൽ മിക്കപ്പോഴും അവർ ഒരു ബൈബിൾ വെക്കാറുണ്ട്. ഏതെങ്കിലും ചർച്ചസോ പാസ്റ്റേഴ്സോ കൊണ്ട് കൊടുക്കുന്ന ബൈബിളുകളും ബുക്കുകളും ഈ ജയിലിൽ വെക്കാറുണ്ട്, പ്രസിഡന്റ് അകത്ത് വെക്കാറുണ്ട്. എന്നാൽ ചിലർ ഉള്ളി വരുമ്പോൾ അതിനെ എടുത്തു കളയും, ചിലർ അവിടെ തന്നെ വെച്ചേക്കും. ഈ ചെറുപ്പക്കാരൻ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഈ ജയിലിനുള്ളിലായപ്പോൾ തന്റെ ജയിൽ മുറിക്കകത്തിരുന്ന ഈ ബൈബിളിനെ എടുത്തു കളഞ്ഞില്ല. കുറെ ദിവസങ്ങൾ മുൻപോട്ട് പോയി വലിയ നിരാശകൾ ഇദ്ദേഹത്തെ മൂടാൻ തുടങ്ങി. അറിയാം, ജീവിതം മുഴുവനും ഈ ഒരു ജയിലിന്റെ അകത്ത് അവസാനിക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ഏതോ ഒരു ദിവസം തന്റെ ഹൃദയത്തിൽ ചിന്തകൾ വളരെ കൂടിയിട്ട് ഇദ്ദേഹം ഈ ബൈബിൾ തുറന്ന് വായിച്ചു. ഈ ബൈബിൾ തുറന്ന് വായിച്ച് ഒരു വാക്യം അദ്ദേഹത്തെ വല്ലാതെ സ്പർശിച്ചു. ആ ബൈബിൾ വാക്യം അദ്ദേഹത്തെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യം പ്രകടിപ്പിച്ചു. നമുക്കറിയാം അമേരിക്കൻ ജയിലുകളിൽ നമുക്കറിയാം അവിടെ നിരന്തരമായിട്ട് മിഷനറി പ്രവർത്തനങ്ങളും സുവിശേഷ വേലകളും ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. അവിടെ അവരുടേതായിട്ടുള്ള ഈവൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നിട്ടുള്ള ചാപ്ലിൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം യേശുവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം ജയിലിന്റെ അകത്ത് തന്നെ ആത്മീയമായിട്ട് വളരാൻ തുടങ്ങി. ഇദ്ദേഹം യേശുവിനെ മറ്റുള്ളവരോട് സാക്ഷിക്കാൻ തുടങ്ങി.
ഈ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഈ ജയിലിന്റെ അകത്തിരിക്കുന്ന ഈ ജയിൽ പുള്ളി ഈ ജയിലിന്റെ അകത്ത്, വലിയ ജയിലിന്റെ അകത്ത് യേശുവിനെ സാക്ഷിക്കാൻ തുടങ്ങി. മറ്റുള്ളവരോട് യേശുവിനെ പറയുകയും അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. മറ്റു തടവ് പുള്ളികളെ മെന്റർ ചെയ്യാൻ തുടങ്ങി. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വലിയൊരു അത്ഭുതം, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയൊരു അത്ഭുതം സംഭവിച്ചു. ജീവപര്യന്തം അല്ലെങ്കിൽ ജീവിതം മുഴുവനും ഈ ജയിലിലാകേണ്ടുന്ന വ്യക്തിയെ ജയിലധികാരികൾ പുറത്തു വിടുവാൻ തീരുമാനിച്ചു. ഇദ്ദേഹത്തെ സ്വതന്ത്രമാക്കുവാൻ തീരുമാനിച്ചു. അതിലും വലിയൊരു അത്ഭുതം സംഭവിച്ചത്, ഇദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരുന്ന ദിവസം ഏത് സുവിശേഷകനാണോ ഇത്രയും വർഷം ഇദ്ദേഹത്തോട് ഒരുമിച്ച് ഡെയിലി സുവിശേഷം പറഞ്ഞത്, ഒരുമിച്ച് പ്രാർത്ഥിച്ചത്, അതേ വ്യക്തി ഇദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ ജയിലിന് പുറത്തു വന്നു. ജയിലിന് പുറത്തു വന്ന് ഈ വ്യക്തിയെ സ്വീകരിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ഇവർ വാഹനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മിസിസിപ്പി ജയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഹെഡ് ഈ ദേവദാസനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഇന്നൊരു ഇന്ന വ്യക്തിയെ, ആ വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് എന്റെ ഓർമ്മയിൽ റഗീം എന്നതാണ്, ഈ വ്യക്തിയുമായി നീ വീട്ടിലേക്ക് പോകുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. ആ വ്യക്തി സ്വതന്ത്രനായെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ഒരു ഓഫർ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് ജയിലിൽ സംഭവിച്ച വിടുതലും അദ്ദേഹം ജയിലിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ട് ജയിൽ ചാപ്പിളിനായിട്ട് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ച്, ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ഒരാൾ യേശുവിനെ അറിഞ്ഞു. യേശുവിനെ അറിഞ്ഞ ആളിനെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ പുറത്തേക്ക് കൊണ്ടുവന്നു, ജയിലിന് പുറത്തേക്ക് കൊണ്ടുവന്നു. ജയിലിന് പുറത്തു വന്ന് 2 മണിക്കൂറിനകത്ത് അദ്ദേഹത്തെ ജയിലിൽ ചാപ്ലിനായിട്ട് മിസിസിപ്പി ജയിൽ ഡിപ്പാർട്ട്മെന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാണ്. ഇന്ന് അദ്ദേഹം മിസിസിപ്പിയിലുള്ള എല്ലാ ജയിലിന്റെ ചാപ്ലിൻസിന്റെ ഹെഡാണ് അദ്ദേഹം. അതിന്റെ അർത്ഥം അദ്ദേഹം ഒരു സ്റ്റേറ്റ് എംപ്ലോയി ആണ്, മിസിസിപ്പി സ്റ്റേറ്റിന്റെ എംപ്ലോയി ആണ്. അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത് മിസിസിപ്പി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. എത്ര വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ്, എത്ര വലിയ ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ഇന്നും പാപികളെ രൂപാന്തരപ്പെടുത്തുന്നവനാണ്. ഇന്നും അവൻ ജീവിതങ്ങളെ കീഴ്മേൽ മറിക്കുന്നവനാണ്. ഇന്നും അവൻ കുറ്റവാളികളെ ശുശ്രൂഷകന്മാരാക്കുന്നവനാണ്. ഞാൻ രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ ശുശ്രൂഷകളെ ഏത് തകർന്ന അനുഭവത്തിൽ നിന്നും പണിഞ്ഞു മാറ്റുവാൻ കഴിയുന്ന, അവൻ അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ അവൻ കഴിയുന്ന, ഹല്ലേലൂയ, അല്ലെങ്കിൽ തകർന്ന നിരാശയോടെ മാളിക മുറിക്കകത്തിരിക്കുന്ന ചിലതിനെ ഒരു പകർച്ചയോടെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. താങ്ക് യു ലോർഡ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ഈ രാത്രിയിൽ ഇതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യത്തിന്റെ പകർച്ച നമ്മുടെ നടുവിൽ സംഭവിക്കട്ടെ. ചില നിമിഷങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാൽ. Holy Spirit, we thank you. 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 കർത്താവേ, രാത്രിയിൽ വലിയ മാറ്റങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ കൽപ്പിക്കണമേ. വലിയ മാറ്റങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ കൽപ്പിക്കണമേ. ഇതുവരെയും ഒരു ചലനവുമില്ലാതെ കിടന്ന ഏരിയകളിൽ നദികൾ ഒഴുകുന്നത് പോലെ ഒരാത്മചലനം ഇപ്പോൾ മുതൽ ചിലരുടെ ലൈഫിന്റെ അകത്ത് സംഭവിച്ചു തുടങ്ങട്ടെ. ഇപ്പോൾ മുതൽ ചില കുടുംബങ്ങളുടെ അകത്ത് സംഭവിച്ചു തുടങ്ങട്ടെ. ചില ശുശ്രൂഷകളിൽ സംഭവിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഞങ്ങളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ്. ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവ് ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ട് ഈ രാത്രിയിൽ യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ ജീവിത മേഖലകളിലെല്ലാം അതിന്റെ സ്വാതന്ത്ര്യം വെളിപ്പെട്ടു തുടങ്ങട്ടെ. എല്ലാ മേഖലകൾക്കകത്തും അതിന്റെ സ്വാതന്ത്ര്യം ഇപ്പോൾ വെളിപ്പെട്ടു തുടങ്ങട്ടെ. ഇപ്പോൾ അത് വെളിപ്പെട്ടു തുടങ്ങട്ടെ. Thank you, Holy Spirit. Ribana Handara Vaisha Pravadana Gadaga. Ribana Handala Pravana. Rikal Masiandara Jaganagadaga. Hora Samtala Vaisha Mana Jagal Kavana Gadaga. Ardhana Vaida Pravana Gadaga Shandarajana.
ഒരഭിഷേകത്തിന്റെ പകർച്ച ഇപ്പോൾ സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒരഭിഷേകത്തിന്റെ പകർച്ച കർത്താവെ, ഇതുവരെയും അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ, ഇതുവരെയും അന്യഭാഷകളിൽ സംസാരിച്ചിട്ടില്ലാത്തവർ ഇപ്പോൾ മുതൽ അവർ സംസാരിച്ചു തുടങ്ങട്ടെ. ഇപ്പോൾ മുതൽ ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഇവരുടെ മേൽ വരട്ടെ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ കരം നിങ്ങളുടെ ശിരസിലേക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ അത്തരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ആരും ഈ സമയം അലക്ഷ്യമായിരിക്കാതെ എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങുക. താങ്ക് യു ലോർഡ്. അന്യഭാഷ പ്രാപിച്ചിട്ടില്ലാത്തവരെല്ലാം നിങ്ങൾക്ക് കഴിയുന്ന നിങ്ങളുടെ സ്വന്തം ഭാഷകളിൽ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുക. ഇതൊരു പകർച്ചയുടെ സമയമാണ്. ഇതൊരു പകർച്ചയുടെ സമയമാണ്. ഓ റിമാന ഹന്തര വൈശ്യപ്രവാചനാദിയ റിബാജന ഹന്തര വൈശ രഗൽ ഖമാന ഘടക അർത്ഥന പ്രവാന ഘടക ശാന്തരാജകന ഘടകമന റിമാന ഹന്തര വൈഡ പ്രവാച ഘടക ശാന്തർ പ്രവാനിയ. കർത്താവേ, ചിലരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാത്രിയിൽ അഭിഷേകം ചെയ്യണമേ. നാളുകളായി അനുഭവിക്കുന്ന സ്ട്രഗിളുകളിൽ നിന്ന് ചിലരെ പുറത്തെടുക്കുന്ന ഒരു പകർച്ച ചിലരുടെ മേൽ സംഭവിക്കണമേ. അർത്ഥന വൈഡപ്രഭാന. ആത്മീയ ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെട്ട മേഖലകൾ, എപ്പോഴേക്കോ കൃപാവരങ്ങൾ പ്രാപിച്ചിട്ട് ദൈവിക ദർശനങ്ങളെ പ്രാപിച്ചിട്ട് അത് ജീവിതത്തിന്റെ അകത്ത് കെട്ടുപോയ അനുഭവങ്ങൾ, ജ്വലനമില്ലാതിരിക്കുന്ന അനുഭവങ്ങൾ, എവിടേക്കോ അത് മൂടപ്പെട്ടതുപോലെയുള്ള അനുഭവങ്ങൾ, ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഇത് മാറട്ടെ. ഒരു തിരിച്ചുവരവ് ചിലതിന്റെ അകത്ത് സംഭവിക്കട്ടെ. റാപ്ഷസിയാന്തൽ പ്രവാചകന ഘടക. ഇവരുടെ അകത്ത് ഡോർമെന്റ് ആയിരിക്കുന്നത് രാത്രിയിൽ യേശുവിൻ നാമത്തിൽ ചലിച്ചു തുടങ്ങട്ടെ. ഇവരുടെ ഡോർമെന്റ് ആയിരിക്കുന്ന, ചലിക്കാതിരിക്കുന്ന വാക്തത്വങ്ങൾ ഈ രാത്രി ചലിച്ചു തുടങ്ങട്ടെ. റീബാല റഖശാന്തരാജകന ഘടക അർത്ഥന പ്രഭാന ഘടക ശാന്തരാജകന ഘടക റീമാന ഹന്തര വൈശ്യപ്രഭാന ഘടക. ഈ രാത്രിയിൽ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശക്തിയോടെ പകരപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയും. We thank you Lord. We thank you Lord. We thank you Lord. We thank you Lord. എല്ലാ ഡിവൈസുകൾക്കകത്തുമായിരിക്കുന്ന ഈ സഹോദരങ്ങളുടെ മേൽ ആ പകർച്ച ഇപ്പോൾ വളരെ റിയൽ ആയിട്ട് നടക്കട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ജീവിതങ്ങൾ മാറട്ടെ. സ്പിരിച്വൽ ലൈഫുകളിൽ ആ മാറ്റം ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. വചനം വളരെ റിയലായി ഇവരുടെ മുമ്പിൽ തുറന്നു വരുന്നത് പോലെ, വചനം റിയലായി മാറുന്നത് പോലെ, വചന വെളിപ്പാടുകൾക്കകത്തേക്ക് ഇറങ്ങുന്ന ഒരു കൃപ ഈ രാത്രിയിൽ മുതൽ ചിലതിന്റെ മേൽ വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. Holy Spirit, we thank you. 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 ഒരു നദി പോലെ അത് പ്രവഹിക്കട്ടെ. നദി പോലെ അത് പ്രവഹിക്കട്ടെ. ഒരു നദി പോലെ പ്രവഹിക്കട്ടെ. ഇവരുടെ ശരീരങ്ങളിൽ ഇവർക്ക് വഹിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആ പ്രസൻസ് ഈ രാത്രിയിൽ ആഗ്രഹിക്കുന്ന ചിലരുടെ മേൽ വ്യാപരിക്കട്ടെ. ആഗ്രഹിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കട്ടെ. ആഗ്രഹിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കട്ടെ. ആഗ്രഹിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കട്ടെ. അന്തല റഗജനാദി ആന്തൽ ഖമാന ഘടക റീബാന. പ്രതിസന്ധിയും കലഹങ്ങളും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ചില കുടുംബങ്ങളുടെ അകത്തു നിന്നും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും അന്യഭാഷകളുടെയും ശബ്ദങ്ങൾ ഉയരട്ടെ. റബാന ഹാന്തല പ്രബാന. നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന, സ്വപ്നങ്ങളില്ലാത്ത, പ്രത്യാശയില്ലാത്ത വാക്കുകൾ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ഇടങ്ങളിൽ നിന്നും ഈ ദിവസങ്ങളിൽ ആരാധനയുടെ ശബ്ദങ്ങൾ മുഴങ്ങത്തക്കവണ്ണം ചില വീടുകൾക്കകത്ത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ലൈഫ് ചേഞ്ചിങ് എൻകൗണ്ടേഴ്സ് സംഭവിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ അതിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അതിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അതിനായി വിശ്വസിക്കുന്നു. ലൈഫ് ചേഞ്ചിങ് എൻകൗണ്ടേഴ്സ്, ദൈവ സാന്നിധ്യവുമായി ലൈഫ് ചേഞ്ചിങ് എൻകൗണ്ടേഴ്സ് ചിലർക്ക് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. Thank you Lord. Thank you Lord Jesus. അത് യേശുവിൻ നാമത്തിൽ സൗഖ്യം, ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഇവരുടെ ലൈഫിന്റെ അകത്ത് അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്നു വരട്ടെ. ഇവരുടെ തലമുറകൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിന്ദകൾ മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ ദേശങ്ങളിൽ മാനിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ ശക്തരായ പ്രാർത്ഥനാ വീരരായി, ദേശങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരായി എഴുന്നേറ്റു വരത്തക്കവണ്ണം കർത്താവേ, ഇവരുടെ മേൽ അങ്ങനത്തെ ഒരു അഭിഷേകം ഈ രാത്രിയിൽ പകരപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഇവർക്ക് വളരെ റിയലായി മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം
ഇവർക്ക് വളരെ റിയലായി മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഓ, വി താങ്ക് യു ലോർഡ്. വി ബ്ലസ് യു ലോർഡ്. യേശുവേ, ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയാണ്. യേശുവിൻ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയാണ്. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. ഈ 6-ാമത്തെ രാത്രിയിൽ മുതൽ അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ ചില കുടുംബങ്ങൾക്കകത്ത് ആരംഭിക്കണം. ഈ ഫാസ്റ്റിംഗ് തീരുന്നതിനകത്ത് വളരെ പ്രകടമായ മാറ്റങ്ങൾ, വളരെ പ്രകടമായ വ്യത്യാസങ്ങൾ, അൺയൂഷ്വലായ മിറക്കിൾസ്, അസാധാരണമായ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങൾ ഓരോ ദിവസം കഴിയും തോറും ഇതിന്റെ ഗ്ലോറി വർദ്ധിക്കട്ടെ, ദൈവപ്രവൃത്തികൾ വർദ്ധിക്കട്ടെ, സാന്നിധ്യത്തിന്റെ അനുഭവങ്ങൾ വർദ്ധിക്കട്ടെ, എൻകൗണ്ടറുകൾ വർദ്ധിക്കട്ടെ, കൂടുതൽ ആളുകൾ ഇതിലേക്ക് ജോയിൻ ചെയ്യട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഫാദർ. അത് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. അത് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. അത് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ അത് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. Holy Spirit, we thank you. 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 യേശുവേ നന്ദി. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ പലരും വലിയ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അതിനകത്ത് മുന്നേറുവാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു 5 മിനിറ്റോടെ എടുത്ത് ചില കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കേട്ടു, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് യേശുവിന്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചത്? നമുക്കറിയാം, യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെ ആയിരുന്നു. മറിയയുടെ ഗർഭപാത്രത്തിന്റെ അകത്തേക്ക് യേശുവിനെ ഒരു ശിശുവായി നിക്ഷേപിച്ചത് പരിശുദ്ധാത്മാവാണ്. യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിലൂടെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, യേശു സ്നാനം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. സ്നാനം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. അതുപോലെ യേശു പരിശുദ്ധാത്മാവിനാലാണ് ഓരോ ദിവസങ്ങളിലും നയിക്കപ്പെട്ടത്. യേശുവിനെ മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തുന്നത് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. പിതാവിൽ നിന്ന് കേൾക്കാത്തതൊന്നും യേശു സംസാരിക്കുന്നില്ല. പിതാവിൽ നിന്ന് കേൾക്കുന്നത് മാത്രമാണ് യേശു സംസാരിച്ചത്. ഹല്ലേലൂയ. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ യേശുവിന്റെ മേൽ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരുന്നുവെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. യേശു പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒന്നും ചെയ്തില്ല. യേശു പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒന്നും ചെയ്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 9:14. എബ്രായ ലേഖനം 9:14. ജഡികശുദ്ധി ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. മതി. ഇവിടെ പറയുന്നു, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. അപ്പൊ യേശുവിന്റെ യാഗം പോലും എന്താണ്? പരിശുദ്ധാത്മാവിനാലാണ് സംഭവിച്ചത്. യേശു പിതാവിങ്കിലേക്ക് ആ യാഗമായി നിത്യാത്മാവിനാലാണ് യാഗമായി തന്നെ അർപ്പിച്ചത്. അപ്പോൾ യേശുവിന്റെ യാഗത്തിൽ പോലും പരിശുദ്ധാത്മാവിന്റെ സഹായം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രത്തോളം പരിശുദ്ധാത്മാവ് യേശുവിന്റെ ഇഹലോക ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസ് എത്ര വലുതാണെന്ന്, ആത്മാവിന്റെ ഇമ്പോർട്ടൻസ് എത്ര വലുതാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഇതേ പരിശുദ്ധാത്മാവാണ് നമ്മളെ
രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. നമ്മളെ രക്ഷയുടെ പ്രക്രിയയിൽ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. നമ്മളെ അഭിഷേകം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുവിനെ കൂടുതൽ അറിയുവാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ തിരുവചനത്തിന്റെ മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ നിങ്ങൾ വർത്തിക്കുക, പരിശുദ്ധാത്മാവിനെ ഓണർ ചെയ്യുക, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്കായി കൂടുതലായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതുവരെയും കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ബ്രദറെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇത്രയും നേരം